Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് അറസ്റ്റിലായ തന്ത്രവിധി പ്രകാരം ദേവന്റെ പിതാവിന്റെ സ്ഥാനത്താണ്. ഒരിക്കൽ കാണരുതാത്ത വാർത്തയുമായി നിറഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ ഒരു മുൻ തന്ത്രി. ഇപ്പോഴിതാ അയ്യന്റെ ശ്രീകോവിലിലെ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ദേവന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന അന്നത്തെ കാലത്തെ തന്ത്രി രാജീവ് കണ്ഠരൻ. താഴ്മൺ തന്ത്രി കുടുംബത്തിലെ പ്രമുഖൻ തന്നെ സ്വർണ്ണക്കൊള്ളയിൽ അഴിക്കുള്ളിലാകുമ്പോൾ ചോദ്യങ്ങൾ പലതാണ്. തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് UDF കരുതിയ പ്രചരണായുധം കയ്യിലിരുന്ന് പൊട്ടിയോ? ദൈവതുല്യനായ ആളിലേക്ക് അന്വേഷണം എത്തുമെന്ന് പറഞ്ഞപ്പോൾ അത് കടകംപള്ളിയാണെന്ന് പറഞ്ഞവർക്ക് ദൈവതുല്യനായ ദേവന്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന രാജീവ് കണ്ഠരരുടെ അറസ്റ്റ് മോഹഭംഗമുണ്ടാക്കുന്നുണ്ടോ? കട്ടളപ്പാളി സ്വർണം കവർന്ന കേസിൽ തന്ത്രി തന്നെ അകത്താകുമ്പോൾ സ്വർണം കട്ടത് സഖാക്കളാണ് എന്ന് പ്രചരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് പതിവ് പോലെ ആത്മവിശ്വാസത്തോടെ കഴിയുമോ? തന്ത്രിയെ പൂട്ടുമ്പോഴും അഴിക്കുള്ളിൽ 3 CPM നേതാക്കളുണ്ട് എന്നതുകൊണ്ട് CPM പ്രതിരോധത്തിൽ തന്നെയല്ലേ? ദൈവതുല്യൻ തന്നെ പ്രതിസ്ഥാനത്താകുമ്പോൾ അയ്യന് ആരാണ് തുണ? അറസ്റ്റിലായത് ദൈവതുല്യനാണോ? ആ ദൈവതുല്യൻ രാജീവ് കണ്ഠരനാണോ? തന്ത്രി എല്ലാ തന്ത്രങ്ങളും പോറ്റിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നോ? പോറ്റിയെ പോറ്റിയത് തന്ത്രിയാണോ? പോറ്റിയുടെ തന്ത്രങ്ങൾ തന്ത്രി അറിഞ്ഞിരുന്നു? അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി ജെയ്ക് സി തോമസ്, കോൺഗ്രസ് പ്രതിനിധി അബിൻ വർക്കി, മുൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ CR രാധാകൃഷ്ണൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ TK രാജഗോപാൽ, മഹേഷ് പണിക്കർ ശില്പി അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും. ആദ്യം ഞാൻ ജെയ്ക്കിലേക്ക്. ജെയ്ക്ക്, ഇന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞത് തന്ത്രിയെ ചോദ്യം ചെയ്തിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അത് അന്വേഷണ പുരോഗതിയാണെന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ മന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് എവിടെ വരെ എത്തി? അതിനുത്തരമില്ലല്ലോ എന്നാണ് ഇന്ന് KPCC പ്രസിഡന്റ് ചോദിക്കുന്നത്. രമേശ് ചെന്നിത്തല പറയുന്നത് വൻ തോക്കുകളിലേക്ക് അന്വേഷണം എത്തുന്നുണ്ടോ എന്നതാണ് പ്രധാനം എന്നാണ് ചോദിക്കുന്നത്. ഈ തന്ത്രിയുടെ അറസ്റ്റിനെ CPM എങ്ങനെയാണ് കാണുന്നത്? ആര് ഉന്നതരാണെങ്കിലും ശരി, ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. ഇപ്പോഴിതാ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. ജയിലിനുള്ളിൽ കിടക്കുന്നത് നിസ്സാരക്കാരനല്ല, ദൈവതുല്യനായി തന്നെ വിശ്വാസികൾ കാണുന്ന താഴ്മൺ തന്ത്രി കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജീവ് കണ്ഠരരാണ്. എന്താണ് CPMന് ഈ വിഷയത്തിലുള്ളത്? നിങ്ങൾക്ക് ആശ്വാസമായി എന്ന് പറയാൻ കഴിയുമോ? ഇതിൽ CPMന് ആശ്വസിക്കാനോ ദുഃഖിക്കാനോ അല്ലെങ്കിൽ മതിമറന്ന് ആഹ്ലാദിക്കാനോ സന്തോഷിക്കാനോ ഉള്ളൊരു ഘട്ടമായിട്ടല്ല SITയുടെ നിർണായകമായ ഈ അറസ്റ്റിൻ്റെ ദിവസം നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ അറസ്റ്റിലേക്ക് വരുന്നതിന് 2 ദിവസം മുമ്പ് ഈ അന്വേഷണത്തിനാകെ മേൽനോട്ടം വഹിക്കുന്ന നമ്മുടെ നാട്ടിലെ ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചുണ്ട്. ആ ഡിവിഷൻ ബെഞ്ച് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ കേസ് പരിഗണിച്ചിരുന്നു. കേസ് പരിഗണിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് 13 പേജോളം നീണ്ടു നിൽക്കുന്ന സവിശേഷകരമായ ഒരു വിധി പ്രസ്താവം അതിനോടനുബന്ധിച്ച് കേരളത്തിൻ്റെ ബഹുമാന്യനായ കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആ പ്രതികരണമായിരുന്നു ഈ അവസരത്തിൽ തന്ത്രിയുടെ അറസ്റ്റിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കേരളത്തിൽ പൊതുവിൽ ചർച്ച ചെയ്യേണ്ടത്. അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉയർത്തിക്കാട്ടിയ പ്രതികരണങ്ങൾ ബഹുമാനീയനായ KPCC പ്രസിഡന്റിൻ്റേതാണ്, അതോടൊപ്പം കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കന്മാരുടേതാണ്. ഈ സംഘമാകെ കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന മുഖ്യധാര മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടെ പ്രചരിപ്പിച്ചത് SITയെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ. അല്പ ദിവസങ്ങൾക്ക് കൂടെ പിന്നെയും പുറകിലായിരുന്നു. ഈ കേസിൽ മറ്റൊരു പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ചില പരാമർശങ്ങൾ നടത്തി. സ്റ്റാഗ്നേഷൻ ഉൾപ്പെടെയുള്ള വാക്പ്രയോഗങ്ങൾ ആ CD പരിശോധിച്ച സിംഗിൾ ബെഞ്ചിൻ്റെ വിധി പ്രസ്താവത്തിൽ പ്രതികരണമായി ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഹൈക്കോടതി ബെഞ്ചാകെ അന്വേഷണ സംഘത്തിൻ്റെ മെല്ലപ്പോക്കിനെ മരവിപ്പിനെ കുറിച്ച് സൂക്ഷ്മതയുള്ള പ്രഖ്യാപനങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. SIT രാഷ്ട്രീയ ദുസ്വാധീനത്തിൻ്റെ വഴിയിലായിരിക്കുന്നു. ഈ പ്രചരണോപാധിയല്ലേ കേരളത്തിൽ സംഘടിതമായി പ്രതിപക്ഷങ്ങളും മാധ്യമങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നത്? അന്നും ഞങ്ങൾ പറഞ്ഞ നിലപാട് ഇന്ന് ഞാൻ 1000 ആവർത്തി കരുത്തോടുകൂടെ വീണ്ടും ഉന്നയിക്കുകയാണ്. എന്തായിരുന്നു ഞങ്ങളുടെ നിലപാട്? ഞങ്ങൾ പറഞ്ഞു ഈ അന്വേഷണം നടത്തുന്നത് SITയുടെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ദേവസ്വത്തിൻ്റെ ഡിവിഷൻ ബെഞ്ചാണ്. ആ മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് കൃത്യമായ ഇടവേളകളിൽ ഈ കേസ് സീൽ ചെയ്ത കവറിൽ അതിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെടുകയും അത് പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി SITയെ മുന്നോട്ടേക്ക് നയിക്കുകയും ചെയ്യും. എന്തായിരുന്നു കേരളത്തിലെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ
ഈ കേസിന്റെ ഏറ്റവും ഒടുവിലത്തെ പരിശോധന നടത്തിയപ്പോൾ അവർ നടത്തിയ പ്രഖ്യാപനങ്ങൾ, പ്രതികരണങ്ങൾ എന്തായിരുന്നു? നിർഭാഗ്യവശാൽ കേരളത്തിലെ ഒറ്റ മാധ്യമങ്ങളും പ്രതിപക്ഷവും അതിനെ സംബന്ധിച്ച് അറിഞ്ഞതായി ഭാവിച്ചതേയില്ല. അതിനെ സംബന്ധിച്ച് വാർത്ത എഴുതാനോ ചർച്ച ചെയ്യാനോ എക്സ്ക്ലൂസീവായി കാര്യങ്ങൾ വിളിച്ചു പറയാനോ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും തയ്യാറായിട്ടില്ല. അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം കോടതിയുടെ ഒരു പ്രതികരണം എന്താണ്? 7-ാം പേജിലെ 11-ാം ഖണ്ഡികയിൽ ഇപ്രകാരം സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം നല്ല സ്ഫുടതയോടുകൂടെ കോടതി പറയുന്നു, ഹാവിംഗ് എക്സാമിൻഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ക്യാരിഡ് ഔട്ട് thus far which has been undertaken in a structured, phased and comprehensive manner, we are firmly of the view that the investigation is proceeding strictly in accordance with law and along the correct lines. അതായത് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം മറ്റ് മാധ്യമ കുപ്രചരണങ്ങളെയും ആരോപണങ്ങളെയും ദുരാരോപണങ്ങളെയും തള്ളിക്കളഞ്ഞ് കോടതി നഖശികാന്തം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് നിയമപരമായും സത്യസന്ധമായും വസ്തുതകളുടെ അടിസ്ഥാനത്തിലും കോംപ്രഹെൻസീവ് ആൻഡ് ലോഫുൾ മാനർ അങ്ങനെയാണ് ഈ അന്വേഷണത്തെക്കുറിച്ച് വിലയിരുത്തിയത്. മാത്രവുമല്ല ഒരു പടി കൂടെ കിടന്നു പറഞ്ഞു, we therefore reiterate our direction to the SIT and its officers to continue the investigation meticulously and fearlessly uninfluenced by any external pressures or extraneous consideration. അതായത് ഒരു ദുസ്വാധീനത്തിനും കീഴടങ്ങാതെ ഭയരഹിതമായി ചടുലമായി നിങ്ങളുടെ അന്വേഷണം മുമ്പോട്ടേക്ക് നയിക്കൂ. അതാണ് കോടതിയുടെ നിർദ്ദേശവും ഉപദേശവും. ആ ഉപദേശവും നിർദ്ദേശത്തിൻ്റെയും കൂടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ന് അങ്ങ് സൂചിപ്പിച്ച ദേവന്റെ പിതൃതുല്യ സ്ഥാനത്ത് എന്നുള്ളത് വിശ്വാസ സംബന്ധമായി മുഴുവൻ മലയാളികളും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. ഈ കോടതിയുടെ പ്രതികരണമാണ്. അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം ലഭ്യമായ തെളിവുകളുടെയും വസ്തുതകളുടെയും സത്യാന്വേഷണ കാര്യങ്ങളിൽ പുറത്തു വന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ ഭയരഹിതമായി മുമ്പോട്ടേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്നു. SITയോട് ആര് പറഞ്ഞിരിക്കുന്നു? കേരളത്തിലെ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന കോടതി പറഞ്ഞിരിക്കുന്നു. ആ കോടതി വിധിയാണ്, ആ കോടതിയുടെ പ്രതികരണമാണ് ഈ അവസരത്തിൽ ഏറ്റവും ശക്തമായി ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടത്. ഇനിയും ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് 6 ആഴ്ചക്കാലം കൂടെ SIT അന്വേഷണത്തിനായി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ സമയം കൂടെ കോടതി അനുവദിച്ചിട്ടുണ്ട്. ആ ലഭ്യമായ സമയത്തിന്റെ അവസാന മാപിനികളിൽ നിന്നുകൊണ്ട് വൻതോക്കുകൾ ഇതിനേക്കാൾ വലുത് വരേണ്ടതുണ്ടോ? അവർ വരികയും മുമ്പ് ഇടതുപക്ഷം ഈ കേസ് ആവിർഭവിച്ച ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഒരു തരി പൊന്നു കട്ടവരിൽ ഏത് പൊന്നു തമ്പുരാനുണ്ടോ ആ ഏത് പൊന്നു തമ്പുരാനും കയ്യാമം വെച്ച് കേരളത്തിന്റെ ജയിലഴികൾക്കുള്ളിലായിരിക്കും. സ്വർണം വീണ്ടെടുത്ത ശബരിമലയിൽ തിരികെ എത്തിക്കുകയും ചെയ്യും. ആ സമീപനത്തിന്റെ ഉറപ്പാണ് SITയുടെ അന്വേഷണം. ആ അന്വേഷണത്തിന് കേരളത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് നൽകിയ അംഗീകാരം, മുമ്പോട്ടേക്ക് പോകാനുള്ള ആഹ്വാനം, നിർദ്ദേശം, ആ നിർദ്ദേശത്തിന്റെ കൂടെ കരുത്താണ് ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് ഏറ്റവും ആധാരമായി സംഭവിച്ച അറസ്റ്റിലേക്ക് നയിച്ചിരിക്കുന്നത്. ഒറ്റ ചോദ്യം മാത്രം ജയിക്കിനോട്. ജയിക്ക്, തന്ത്രി ഇപ്പോൾ ജയിലഴിക്കുള്ളിലാവുന്നു, പത്മകുമാർ ഇപ്പോഴും ജയിലഴിക്കുള്ളിലാണ്, വിജയകുമാർ ഇപ്പോഴും ജയിലഴിക്കുള്ളിലാണ്, വാസു ഇപ്പോഴും ജയിലഴിക്കുള്ളിലാണ്. 3 പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കൾ ജയിലഴിക്കുള്ളിലാണ്. അതിൽ പത്മകുമാറിനെതിരെ തുടർച്ചയായി റിമാൻഡ് റിപ്പോർട്ടുകളിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവുകളിൽ SIT കൊടുക്കുന്നതും കോടതിയുടെ നിരീക്ഷണവും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴും കുറ്റപത്രത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് CPM, പത്മകുമാറിനെ പുറത്താക്കാതെ. അപ്പോൾ കോടതിയുടെ ഈ നിരീക്ഷണങ്ങളിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ജയിക്കിന് പത്മകുമാറിന് എന്തുകൊണ്ട് ജാമ്യം കൊടുക്കുന്നില്ല എന്നുള്ളതിനൊരു രാഷ്ട്രീയമായിട്ടുള്ള മറുപടി നൽകാൻ കഴിയുമോ? അവിടെയും ഇതേ കോടതി തന്നെ പത്മകുമാർ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ, SIT പറയുമ്പോൾ, പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ കോടതി അത് ശരിവെച്ചുകൊണ്ടാണ് ജാമ്യം നിഷേധിക്കുന്നത്. അങ്ങനെ കോടതി തുടർച്ചയായി ജാമ്യം നിഷേധിക്കുന്ന പത്മകുമാറിനെതിരെ ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ, അംഗമെന്ന സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ എന്താണ് CPMന് ബുദ്ധിമുട്ടിപ്പോഴും ഇതേ കോടതിയുടെ ഉത്തരവ് അങ്ങ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടെങ്കിൽ? തീർച്ചയായിട്ടും കേസിന്റെ ഇത് സംബന്ധിച്ചുള്ള മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ കേസന്വേഷണത്തിന്റെ തുടക്കഘട്ടത്തിൽ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പേരുകാർ മാത്രമല്ലല്ലോ, മുരാരി ബാബു ഉണ്ട്, ജയശ്രീ ഉണ്ട്, ഇങ്ങനെയുള്ള മറ്റു പല പ്രമുഖരും ഇതിനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇത് പറയുന്നത് പോലെ ഇരുമ്പഴികൾക്കുള്ളിൽ കഴിയുന്നുണ്ട്. ഈ കാര്യത്തിൽ രാഷ്ട്രീയമായി ഞങ്ങൾ സ്വീകരിച്ച സമീപനം എന്താണ്? അത് ഞാനല്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യത്തിൽ തീരുമാനം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നു 6 ആഴ്ചക്കകം SIT അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ഈ കേസിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജി ആവശ്യപ്പെടുകയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു പാർട്ടി. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ അപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെങ്കിലും ഉയർന്ന വിമർശനത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ തുടർന്നതിനെതിരെ അത് പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. തന്ത്രി അകത്താകുമ്പോഴും ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാൾ അകത്തുണ്ട്.
തീർച്ചയായിട്ടും ഞാൻ ആ യാഥാർത്ഥ്യത്തെ കാണാതിരിക്കുന്നില്ല. അങ്ങിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പേരുകാരനൊക്കെ തെറ്റായ സമീകരണമാണ്. ഞാനിപ്പോൾ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അങ്ങയുടെ സൗകര്യപ്രകാരം സമീപത്തുണ്ടായ ഒരു പ്രമാദമായ കേസിലെ പ്രതി എന്ന നിലയിൽ പാലക്കാട് MLA പേരെടുത്ത് വെച്ചതായിരിക്കും. ഇരിക്കട്ടെ, ഞാൻ ആ സമീകരണത്തിലേക്ക് താരതമ്യത്തിലേക്ക് പോകത്തില്ല. അതും ഇതും രണ്ടും രണ്ട് തന്നെയാണ്. നമ്മുടെ മുമ്പിൽ അതിന്റെ അനുഭവങ്ങളുണ്ട്, തെളിവുകളുണ്ട്, വസ്തുതകളുണ്ട്. ഈ കേസിനെ സംബന്ധിച്ച് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്താണ്? അങ്ങ് ഓർമ്മിക്കുന്നില്ല, ഈ കേസിൽ SIT രൂപീകരിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം മുമ്പോട്ടേക്ക് പോകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷവും ഒരു ഭാഗം മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇത് ഉദ്യോഗസ്ഥരിൽ തുടങ്ങി ഉദ്യോഗസ്ഥരിൽ അവസാനിക്കും, രാഷ്ട്രീയമായി ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കോ മറ്റാളുകളിലേക്കോ പോകില്ല. ഇതായിരുന്നില്ലേ കേരളത്തിലെ പ്രതിപക്ഷവും ഒരു ഭാഗം മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത്? അതിൽ നിന്ന് വ്യത്യസ്തമായി ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്കും അന്വേഷണം പോയപ്പോഴോ അപ്പം പിന്നെ മറ്റൊന്നായി ചോദ്യം. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോഴൊന്നും ആ ചോദ്യത്തിന്റെയും കേസ് സംബന്ധിച്ചുള്ള നിയമപരമായ കാര്യങ്ങളുടെ ഉള്ളൊരുക്കങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ കേസ് അന്വേഷണം അവസാനിക്കാൻ കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണ പ്രകാരം അവശേഷിക്കുന്നത് നേരിയ ആഴ്ചകൾ മാത്രമാണ്. ആ നേരിയ ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുന്ന സമയത്ത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT സംയുക്തമായി സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ ആരൊക്കെ പേരുകാരുണ്ടോ, ആരൊക്കെ കുറ്റക്കാരുണ്ടോ അവരെയൊക്കെയും ഒരു അണുവിട പോലും സംരക്ഷിക്കുന്ന സമീപനമായിരിക്കില്ല കേരളത്തിലെ ഇടതുപക്ഷം സ്വീകരിക്കുന്നത്, അതിനെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPM സ്വീകരിക്കുന്നത്. അത് ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പറയുന്ന നിലപാടല്ല, ഇതിനു മുമ്പ് തന്നെ അങ്ങയുടെ അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ആ മറുപടി ലഭ്യമായിട്ടുള്ളതാണ്. അബിൻ വർക്കിയുണ്ട്. അബിൻ വർക്കി, ആ പാരടിപ്പാട്ട് മാറ്റി എഴുതേണ്ടി വരുമോ? അല്ല, ഒന്നാമത്തെ കാര്യം, എന്തിനാണ് ഇപ്പോൾ ഇന്ന് ആ പാരടിപ്പാട്ട് മാറ്റി എഴുതേണ്ട എന്ത് സാഹചര്യമാണുള്ളത്? ഒന്ന്, ആ പാരടിപ്പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ പോറ്റിയെ കേറ്റിയെ, സ്വർണം ചെമ്പായി മാറ്റിയേ, ഇത് രണ്ടും സത്യമാണെന്നുള്ളത് നമുക്കറിയാം. ശാസ്താവിൻ ധന മൂറ്റിയെ, അതും സത്യമാണെന്നറിയാം. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്നുള്ളതാണ് പാരടി ഗാനം. അപ്പം ഞാനത് വീണ്ടും ആവർത്തിച്ച് പാടുന്നു. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. കാരണം എന്താണ്? രാജീവ് കണ്ഠര് സഖാവാണോ അബിൻ വർക്കി? അല്ല, പത്മകുമാർ സഖാവാണല്ലോ ഇന്നും. ഇപ്പോൾ താങ്കൾ ചോദിച്ചങ്ങ് വെച്ചല്ലേ ഉള്ളൂ. പത്മകുമാർ CPM ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? വാസു CPM പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ? വിജയകുമാർ ആരാണ്? ഞങ്ങളുടെ നിലപാടെന്താ? അല്ല, മുരാരി ബാബു ആരാണ്? ശരി, മുരാരി ബാബുവിനും ജയശ്രീക്കും ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾ പുറത്താക്കാം. ഇത് ഞങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയണ്ടേ ശ്രീ അരുണേ? പത്മകുമാർ എന്ന് പറയുന്ന മുൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം, ഇപ്പോഴും ഇവർ പറയുന്നു അന്വേഷണം ശരിയായ ദിശയിലാണ്, അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോവുകയാണ്, ഈ അന്വേഷണത്തിൽ വന്ന തെളിവുകളെല്ലാം ശരിയാണ്, അന്വേഷണത്തിൽ കണ്ടെത്തിയവരെല്ലാവരും കുറ്റക്കാരാണ്, അല്ലെങ്കിൽ അവർ ജയിലറയ്ക്കുള്ളിലാണ്. ഇവർ കണ്ഠര് രാജീവർ ജയിലറയ്ക്കുള്ളിലാണെങ്കിൽ പത്മകുമാറും ജയിലറയ്ക്കുള്ളിലല്ലേ? കണ്ഠര് രാജീവർ കുറ്റക്കാരാണെങ്കിൽ പത്മകുമാറും കുറ്റക്കാരനല്ലേ? എന്നിട്ട് പിന്നെ പത്മകുമാറിനെ പുറത്താക്കുന്നില്ല, കണ്ഠര് രാജീവർ മാത്രം കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ്? ഞങ്ങളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഞങ്ങളുടെ നിലപാട് തന്ത്രിയാണെങ്കിലും ശരി, മന്ത്രിയാണെങ്കിലും ശരി, ആരാണോ ഈ വിഷയത്തിൽ കുറ്റം ചെയ്തിട്ടുള്ളത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ള വളരെ സുവ്യക്തമായ നിലപാടാണ് ഞങ്ങൾക്ക് അന്നുമുള്ളത്, ഇന്നുമുള്ളത്, നാളെയുമുള്ളത്. ഇതിനകത്ത് CPM ഇരട്ടത്താപ്പ് എന്താണ്? അതാണ് ഈ പാട്ട് പാടാനുള്ള സാഹചര്യവും പാട്ടിന്ന് ഞങ്ങൾ വീണ്ടും ഉച്ചത്തിൽ പാടാനുള്ള സാഹചര്യം അതുതന്നെയാണ്. ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് പറയുമ്പോഴും, ഈ അറസ്റ്റ് ചെയ്തവരൊക്കെ കുറ്റക്കാരാണ് എന്ന് പറയുമ്പോഴും, അറസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട വ്യക്തികൾ CPM അംഗങ്ങളായി എങ്ങനെ ഇന്നും തുടരുന്നു? ഉത്തരവില്ലല്ലോ. കുറ്റപത്രം. എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം, അറസ്റ്റിലായ 18 പേര്, ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന തന്ത്രി, അതായത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന 18 പേര്, ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന തന്ത്രി രാജീവ് കണ്ഠര്, ഇവരിൽ രാജീവ് കണ്ഠര് സഖാവല്ല, മുരാരി ബാബു സഖാവല്ല, ജയശ്രീ സഖാവല്ല, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് KS ബൈജു സഖാവല്ല. അപ്പോൾ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് വിടാം. നമുക്ക് 4 പേരെ എടുക്കാം. തന്ത്രി രാജീവ് കണ്ഠര്, അതിനുശേഷം പത്മകുമാർ, ദെൻ വിജയകുമാർ, വാസു, 4 പേരെ നമുക്കെടുക്കാം. ശബരിമലയിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ളവരാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കമ്മീഷണർക്കും കഴിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിലേറ്റവും തലപ്പത്ത്, അവിടെ ഏറ്റവും സ്വാധീനശേഷിയുള്ളത് ആർക്കാണ്? ഈ രാജീവ് കണ്ഠരല്ലേ? അപ്പോൾ രാജീവ് കണ്ഠര് ഇപ്പോൾ ജയിലഴിക്കുള്ളിലാകുമ്പോൾ ആ പാരഡി പാട്ടിലെ സഖാവ് എന്നുള്ളത് മാറ്റേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ചോദ്യം. അതോ ഇനി ഒരു വരിയും കൂടി ചേർക്കണോ? അല്ല, ഞാൻ ചോദിച്ചത് ഈ 4 പേരിൽ 3 പേർ ആരാണെന്നുള്ളത് വളരെ കൃത്യമാണ്. ഞാൻ ശ്രീ തന്ത്രി രാജീവ് കണ്ഠരെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു. തന്ത്രി കുറ്റം ചെയ്താലും ശരി, മന്ത്രി കുറ്റം ചെയ്താലും ശരി, അവർ കുറ്റം ചെയ്തവരാണ് ജയിലറയ്ക്കുള്ളിൽ പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഈ 4 പേരിൽ ഏതായാലും തന്ത്രി രാജീവ് കണ്ഠര് കോൺഗ്രസ് അല്ലല്ലോ, ആ കാര്യത്തിൽ ഏതായാലും തീരുമാനമാണല്ലോ. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചേക്കുക. ബാക്കി 3 പേരാരാണ്? അവരിന്നും സഖാവാണോ?
അപ്പം ഞാൻ CPM-ൻ്റെ പാർട്ടി അംഗത്വമില്ലാത്ത സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ സഖാവെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഒരാൾ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? ഒരാൾ N. വാസു CPM-ൻ്റെ പ്രധാനപ്പെട്ട ആളല്ലേ? വിജയകുമാർ CPM-ൻ്റെ ആളല്ലേ? ഇന്നുമല്ലേ, ഈ നിമിഷത്തിലുമാണല്ലോ. ഇത്ര ദിവസമായിട്ട് ആവർത്തിച്ച് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അവർ സഖാവാണല്ലോ. അപ്പോൾ പിന്നെ സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് പാടുന്നതിൽ എന്താ തെറ്റുള്ളേ? ശ്രീ അരുൺ പറ, എന്താ തെറ്റുള്ളേ? അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ പറ, എന്താ തെറ്റുള്ളേ? അപ്പോൾ ഇതിനകത്ത് CPM-ൻ്റെ ഇരട്ടത്താപ്പ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ഇദ്ദേഹം കോടതി വിധിയെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഇതേ കോടതിയല്ലേ കഴിഞ്ഞ തവണ, അതായത് ഈ കഴിഞ്ഞ സിറ്റിങ്ങിന് തൊട്ടു മുമ്പത്തെ സിറ്റിങ്ങിൽ കോടതി പറഞ്ഞത് എന്താണ്? വലിയ തോക്കുകളിലേക്ക്, വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. കോടതി ഒരു ഡേറ്റ് കൂടി അതിൻ്റെ ചേർത്ത് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 5-ാം തീയതിക്ക് ശേഷം. അങ്ങനെ തന്നെയാണല്ലോ കോടതി സ്പെസിഫിക് ആയ വിധി പ്രസ്താവത്തിൽ പറഞ്ഞത്. 5-ാം തീയതിക്ക് ശേഷം അന്വേഷണം മെല്ലപ്പോക്കായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് കോൺഗ്രസ് ആരോപിച്ചത് എന്താണ്? അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് 5-ാം തീയതിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിലേക്കും ചോദ്യം ചെയ്യലിലേക്കും പോകണ്ട എന്ന നിർദ്ദേശം പോയി എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ ആ വിഷയം തെറ്റാണെന്ന് ബോധ്യമായില്ലേ? കോടതി തന്നെ പറഞ്ഞില്ലേ അത് ശരിയല്ല എന്ന്? ബാഹ്യ സമ്മർദ്ദമില്ലാതെയാണ് SIT പ്രവർത്തിക്കുന്നതെന്ന് കോടതി പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണം പൊളിഞ്ഞില്ലേ? അല്ല, ഞങ്ങൾ പറഞ്ഞത് കോടതി പറഞ്ഞതിനോടനുബന്ധിച്ചല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ 1-ാം തീയതി 2-ാം തീയതിയൊക്കെ ആയിട്ട് പറഞ്ഞു. അതായത് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നത് SIT വൈകിപ്പിക്കുന്നു. അത് വളരെ കൃത്യമായിരുന്നല്ലോ. കോടതി 5-ാം തീയതി പറഞ്ഞു. വൻതോക്കുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല. പറയാത്ത കാര്യമാണോ? കോടതി പറഞ്ഞില്ല എന്നൊരു ആരോപണം നിങ്ങൾക്കില്ലല്ലോ. അല്ല, അങ്ങ് പറഞ്ഞ 2 ഭാഗം കറക്റ്റാണ്. പക്ഷെ ബാഹ്യ സമ്മർദ്ദമുണ്ട് എന്ന് കോടതി നിരീക്ഷണം നടത്തിയിട്ടില്ല. അല്ല, ഞങ്ങൾ പറഞ്ഞത് അത് തന്നെയാണെന്ന്. ഞങ്ങൾ പറഞ്ഞതും അത് തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞത് എന്താ? കൂടുതൽ അന്വേഷണം നടക്കുന്നില്ല. അല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ അന്വേഷണ സംഘത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം, താങ്കൾക്ക് അതിനു കൂടി മറുപടി പറഞ്ഞ മറ്റതിഥികളിലേക്ക് പോകാം. പ്രതിപക്ഷ നേതാവ് കടകംപള്ളി സുരേന്ദ്രനെ വെല്ലുവിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതിനെതിരെ കടകംപള്ളി സുരേന്ദ്രന് മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് താങ്കൾക്കറിയാം. ഇന്നും ആ കേസ് പരിഗണിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8 തവണ മാറ്റിവെച്ച കേസാണ്. കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഈ സ്വർണ്ണപ്പാളി ഏത് വ്യവസായിക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് ഇതുവരെയും ഒരു തെളിവും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? വീണ്ടും അത് ജനുവരി 14 മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു തെളിവും ഈ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒന്ന്, കോടതിയിൽ തെളിവ് സമർപ്പിക്കേണ്ട വേളയിലാണ്, ഒരു എവിഡൻസ് എടുക്കേണ്ട വേളയിലാണ് തെളിവ് സമർപ്പിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തെളിവ് സമർപ്പിക്കേണ്ട കേസിന്റെ ഘട്ടം വരുമ്പോൾ തെളിവ് സമർപ്പിക്കുക, അല്ലാതെ ഒരു ദിവസം രാവിലെ ചെന്ന് നമ്മൾ തെളിവ് സമർപ്പിക്കുകയല്ലോ. 8 തവണ കഴിഞ്ഞു, 9-ാമത്തെ ദിവസം ഇന്നും മാറ്റിവെച്ചു. തെളിവ് കൊടുക്കുന്നതിന് ഒരു പ്രത്യേക സമയം മുഹൂർത്തം ഒക്കെ ഉണ്ടോ? കോടതി ആ കേസ് വിളിക്കുന്ന സമയത്ത് തെളിവ് ഉണ്ടെങ്കിൽ കൊടുക്കുക. അല്ല, അങ്ങനെയല്ലോ. ഒരു കോടതിയിലെ കേസ് എന്ന് പറഞ്ഞാൽ എവിഡൻസ് എടുക്കുന്നതിന് ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തിനനുസരിച്ചാണ് നമ്മൾ എവിഡൻസ് കൊടുക്കുന്നത്. നമുക്ക് ആദ്യ ഘട്ടം തൊട്ട് എവിഡൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരു കോടതിയുടെ നടപടിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ കേസ് ഡിഫമേഷൻ കേസാണ്. ഈ ഡിഫമേഷൻ കേസ് എന്ന് പറഞ്ഞാൽ തന്നെ അപമാനിക്കാൻ വേണ്ടി വളരെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതാണ് ഈ കേസ്. എന്റെ സംശയം അതല്ല, അത് കോടതിയുടെ മുമ്പിൽ തെളിവ് കൊടുക്കട്ടെ. പക്ഷേ മന്ത്രിക്കെതിരെ ഇങ്ങനൊരു തെളിവുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞൂടെ? അങ്ങനെ തെളിവുണ്ട്, ഇത് ഇങ്ങനൊരു വ്യവസായിക്ക് കൊടുത്തതായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്നുള്ളത് പറയാൻ എന്താ തടസ്സം? അല്ല, ഇത് കേസ് കൊടുത്തിരിക്കുന്ന സമയമാണ്. അത് കേസ് കൊടുക്കേണ്ട സമയത്ത് കോടതിയിൽ സമർപ്പിക്കേണ്ട തെളിവുകൾ കോടതിയിൽ കൃത്യമായിട്ട് വരും. മാധ്യമങ്ങളുടെ മുമ്പിൽ അത് എപ്പോഴാണോ വരേണ്ടത് അത് കൃത്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വരും. എന്തായാലും ബന്ധമില്ല എന്നുള്ളതിൽ ഇപ്പൊ ക്ലീൻ ചിറ്റ് ഒന്നും വന്നിട്ടില്ലല്ലോ. ആർക്കും ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല. ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന് തന്നെയാണ്. ശരി, അങ്ങ് പറഞ്ഞതിൽ അതിൽ നമുക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഒരു അന്വേഷണ ഏജൻസിക്ക് ഇല്ല. പത്രങ്ങളാണ്, മാധ്യമങ്ങളാണ് ഈ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്. പണ്ട് അങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ക്ലീൻ ചിറ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്തത് ഒരു ED ഉദ്യോഗസ്ഥൻ നൽകി തന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നിപ്പോൾ ആ ED ഉദ്യോഗസ്ഥൻ സമ്പൂർണ്ണമായിട്ട് അൺക്ലീൻ ചിറ്റോടുകൂടി പുറത്തായിട്ടുണ്ട്. പേര് P. രാധാകൃഷ്ണൻ എന്നുള്ളതാണ്. മണിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തത് ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അതെ, ഡിമണിക്കും മാധ്യമ പ്രവർത്തകരാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിനോട് അങ്ങയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. പക്ഷേ ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു പഞ്ചലോഹ വിഗ്രഹവും പോയതായിട്ട് ഇതുവരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നാളെ കണ്ടെത്തിക്കൂടാ എന്നുമില്ല. ഞാൻ അതിൻ്റെ ആ ഭാഗത്തോട് ഭാഗികമായി യോജിക്കുന്നു. ഞാൻ തിരികെ വരാം. TK രാജഗോപാൽ നമുക്കൊപ്പമുണ്ട്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. TK രാജഗോപാൽ, തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ആ വാർത്ത കേട്ടത് നടുക്കത്തോടു കൂടിയാണോ അതോ താങ്കൾ അത് കരുതിയിരുന്നോ, പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് നയിക്കുമെന്നുള്ളത്?
ഇന്ത്യയിലെ ലോകത്തുള്ള ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം നടുക്കമുള്ള വാർത്തയാണിത്. അവരിന്ന് വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുന്ന വാർത്തയാണ്. പ്രത്യേകിച്ച് അന്യസംസ്ഥാനത്തുള്ള ആളുകൾ. ഒരു പക്ഷേങ്കില് ഞാൻ കരുതുന്നത് എം ജി ആറിന്റെയൊക്കെ കാലമായിരുന്നെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിലെ ആത്മാഹുതി ചെയ്തേനെ അവര്. കാരണം അത്രയേറെ വിശ്വാസമാണ് അവർക്ക്. ശബരിമല അയ്യപ്പ സ്വാമിയെ കാണുന്നത് പോലെ തന്നെ കാണുകയാണ് ശബരിമല തന്ത്രി അവര്. അങ്ങനെയുള്ള തന്ത്രി ഈ അയ്യപ്പന്റെ സ്വത്ത്, പിതൃസ്ഥാനത്ത് നിന്ന് അയ്യപ്പന്റെ സ്വത്ത് അപഹരിച്ച കേസിൽ അറസ്റ്റിലാകുക ചിന്തിക്കാനൊക്കാത്ത കാര്യമാണ്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനൊക്കാത്ത കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നടുക്കമില്ല. കാരണം നമ്മൾ ഈ കേസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, മാധ്യമപ്രവർത്തകരൊക്കെ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം തന്ത്രിയിലേക്ക് തന്നെ അന്വേഷണം എത്തും, അന്വേഷണത്തിന് അദ്ദേഹത്തിലേക്ക് തന്നെ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശബരിമല സന്നിധാനത്ത് നിന്ന് എന്തു വസ്തുക്കളും എന്താണെങ്കിലും അഥവാ ഭഗവാന് സമർപ്പിക്കപ്പെട്ട വസ്തുക്കളില് ഒരു മുട്ടുസൂചി പോലുമെങ്കും മറ്റാർക്കും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല. അവിടെ അതിന് തന്ത്രിയുടെ അനുവാദം വേണം. തന്ത്രിയാണ് ഫൈനൽ അതോറിറ്റി. അദ്ദേഹം പറയുന്നിടത്തേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ ഞാനത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് അറിവില്ലായിരുന്നു, ഞാൻ മഹസ്തറിൽ ഒപ്പിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അവിടുത്തെ നിയമം. അദ്ദേഹം അറിയാതെ ഒരു വസ്തുക്കളും സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു തന്ത്രിയാണ്, അങ്ങനെയുള്ള വളരെയേറെ അധികാരങ്ങളുള്ള ആളാണ്. നമ്മൾ തന്നെ കണ്ടില്ലേ, സന്നിധാനത്ത് കഴിഞ്ഞ തവണ ഈ വൃശ്ചിക 1-ാം തീയതി SIT തെളിവെടുത്ത് തന്നെ എങ്ങനെയാണ്? SIT തെളിവെടുക്കാൻ ചെന്നപ്പോൾ SIT തലേ ദിവസം റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഞങ്ങൾക്ക് അവിടെ ഈ പോയ സ്വർണം കൃത്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് സാമ്പിൾ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് എന്താണ് അന്ന് തന്ത്രി മഹേഷ് മോഹനരാണ് തന്ത്രി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? വൃശ്ചികം 1-ന് നട തുറക്കട്ടെ, നട തുറന്ന് ദേവന്റെ അനുവാദം വാങ്ങിക്കട്ടെ, അനുജ്ഞ വാങ്ങിച്ച ശേഷമേ എനിക്ക് നിങ്ങൾക്ക് അതിനു പോലുമുള്ള സൗകര്യം തരാൻ പറ്റൂ. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്ത്രിക്ക് ഈ കാര്യത്തിൽ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുകയില്ല. അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല, കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു ന്യായീകരണങ്ങളുമില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ് ഈ തന്ത്രി. രാജീവ് ഖണ്ഡ്രയെ പോലെയുള്ള ഒരാൾ സ്വർണ്ണക്കൊള്ളയിൽ ഈ പോറ്റിയുമായി പങ്കുചേർന്ന് ഇപ്പൊ കട്ടളപ്പാളി കേസിലാണ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അതല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി എന്നൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നില്ലേ? അത് അൻകുമാർ, അത് ED അന്വേഷണം കൂടെ വന്നെങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ED അന്വേഷിക്കുന്നുണ്ട് ഈ കേസ്. അവരിന്ന് കേസ് ചാർജ് ചെയ്യുന്നുണ്ട്. ചാർജ് ചെയ്ത ശേഷം ED അന്വേഷണം കൂടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തിലെ സാമ്പത്തിക ലാഭത്തെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ. ചില സംശയങ്ങളൊക്കെ ഉണ്ട്, ചിലയിടത്ത് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്താണ് പോറ്റി? എന്തായാലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണല്ലോ ചെയ്തത്. ഗോവർദ്ധൻ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ചെയ്തത്. ഭണ്ഡാരി ചെയ്തതും സാമ്പത്തിക ലാഭത്തിലാണ്. അപ്പൊ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. തന്ത്രിയും ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. നമ്മൾ 2007 ചിത്രങ്ങളൊക്കെ അന്ന് കണ്ടില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കാം. ഇപ്പൊ സംശയിക്കാമെന്നേ പറയുന്നുള്ളൂ. ഇപ്പൊ അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടൊക്കെ നാളെ വരുന്നുള്ളെന്നാണ് പറയുന്നത്. അതിനകത്തില് ആ റിമാൻഡ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞ ശേഷമേ നമുക്ക് ആ കാര്യത്തിൽ വ്യക്തമായ ഒരു കാര്യം പറയാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ സംശയം നിലനിൽക്കുന്നുണ്ട് കാര്യത്തിൽ യാതൊരു കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ഓക്കെ, ഞാൻ ഡെപ്യൂട്ടി കമ്മീഷണറിലേക്ക് പോകുന്നു. സി എ രാധാകൃഷ്ണൻ, ഇതാദ്യമായിട്ടല്ലല്ലോ തന്ത്രി കുടുംബം വിവാദത്തിൽപ്പെടുന്നത്. 2006 ആ കുപ്രസിദ്ധമായ ബ്ലാക്ക് മെയിലിംഗ് കേസ് നമുക്കറിയാം. അതിനുശേഷം ഈ തന്ത്രി പ്രധാനിയായിരുന്നു, ഒരുപക്ഷെ രാജീവ് ഖണ്ഡ്രയ്ക്ക് പകരം ആ സ്ഥാനത്തുണ്ടാകേണ്ടിയിരുന്നത് മോഹൻ ഖണ്ഡ്രയായിരുന്നു. സ്വന്തം അമ്മ തന്നെ കേസ് കൊടുത്തു. 41 ലക്ഷം രൂപയുടെ തട്ടിപ്പ് സ്വന്തം അമ്മയോട് കാണിച്ചു എന്നുള്ളതായിരുന്നു മോഹൻ ഖണ്ഡ്രയ്ക്കെതിരെയുള്ള രണ്ടാമത്തെ ആക്ഷേപം. ബ്ലാക്ക് മെയിൽ കേസ് നമുക്കറിയാം, അത് ലൈംഗികാരോപണ കേസ് കൂടിയായിരുന്നു. അതിൽ പിന്നീട് ശോഭാ ജോണിനെയൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും അതിൻ്റെ കറ മാഞ്ഞിട്ടില്ല. തന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ ഗുപ്തൻ എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പൈസ പോലും വാഗ്ദാനം ചെയ്തിരുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. 1 കോടി രൂപയടക്കം വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ സംശയനിഴലിൽ നിർത്തേണ്ട ഒരു പാരമ്പര്യമുണ്ട്, പ്രത്യേകിച്ച് മോഹൻ ഖണ്ഡ്രയുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ രാജീവ് ഖണ്ഡ്രയെ കുറിച്ച് അതൊന്നും പറഞ്ഞിതുവരെ കേട്ടിരുന്നില്ല. ഇപ്പോഴിതാ ആ രാജീവ് ഖണ്ഡ്ര കൂടിയാണ് ജയിലഴിക്കുള്ളിലാകുന്നത്. അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നുവെന്നാണ് അങ്ങ് കരുതുന്നത്? ശ്രീ ആർ രാധാകൃഷ്ണൻ. നമ്മുടെ ഇന്ന് നടന്ന ഈ അറസ്റ്റ് ഈ ലോകത്താകമാനമുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ അയ്യപ്പന്റെ സമ്പത്ത് ആരപഹരിച്ചാലും അവര് ശിക്ഷിക്കപ്പെടണം എന്ന ശുദ്ധമായൊരു ബോധം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ മനോവേദനയെ അതിജീവിക്കുകയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ തന്ത്രി
എന്ന് പറഞ്ഞ സംജ്ഞ അത് തന്നെ നമ്മുടെ ഭാരതത്തിലെ നിലവിലുള്ള ദേവാരാധനാ സമ്പ്രദായം ഏതാണ്ട് ലോകം കണ്ട വേദാന്തിയായ ശങ്കരാചാര്യരുടെ കാലത്താണ് നമുക്ക് പ്രത്യക്ഷമാകാത്ത ദേവീദേവന്മാരെ വിഗ്രഹങ്ങളിൽ ആവാഹിച്ച് നമുക്ക് ആരാധിക്കാം എന്ന ആ സംവിധാനം അന്ന് നിലവിൽ വന്നു. അപ്പൊ അന്ന് ഈ തന്ത്രശാസ്ത്രം അത് തുടർന്ന് ഇങ്ങോട്ട് ഇതിനെല്ലാം താന്ത്രിക ശാസ്ത്രക്രിയകളും നിയമങ്ങളും ഉണ്ടായിരുന്നു. ഈ വിഗ്രഹങ്ങൾക്ക് പ്രാണൻ നൽകുന്നത്, പ്രാണപ്രതിഷ്ഠ നൽകുന്നത് തന്ത്രിയാണ്. ധാരാളം ചടങ്ങുകൾ വഴിയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ജീവൻ, ആ വിഗ്രഹങ്ങൾക്ക് ജീവൻ നൽകുന്നത് തന്ത്രിയാണ്. അതുകൊണ്ടാണ് നമ്മൾ തന്ത്രി പിതാവാണ് എന്ന്, പിതൃസ്ഥാനീയനാണ് എന്ന് പറയുന്നത്. എന്തെങ്കിലും അതുപോലെ തന്നെ ഈ വിഗ്രഹങ്ങൾ മാറ്റേണ്ടി വരുമ്പോൾ ഈ തന്ത്രി തന്നെയാണ് ആ ജീവൻ നൽകിയ ആ പ്രാണനെ ഉദ്വസിച്ച് തിരിച്ചെടുത്ത് നവരത്നമോതിരങ്ങളിലും മറ്റും സ്ഥാപിച്ച് പുതിയ വിഗ്രഹങ്ങൾ സ്ഥാപിക്കും. അപ്പൊ അത് തന്ത്രശാസ്ത്രം വേറെ. അപ്പൊ നമ്മുടെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തന്ത്രി ഇത്തരത്തിലുള്ള ഈ ക്ഷേത്ര സ്വത്തുക്കൾ അപഹരിച്ച സംഭവവുമായി നേരത്തെ എനിക്ക് മുമ്പേ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. ഒരുപാട് 2009-10 ഉണ്ടായ വലിയ തർക്കമാണ്. തന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മോറൽ ടെർപിറ്റ്യൂഡ്, അത് നമ്മുടെ ഇത് കാരാഴ്മ അവകാശമാണ്, ഹെറിഡിറ്ററി റൈറ്റ് ആണ്. എന്നാൽ പോലും അവർ മറ്റുള്ള ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ പോലെ അച്ചടക്ക നിയമം പാലിക്കേണ്ടവരും സ്വഭാവ നിയമം പാലിക്കേണ്ടവരുമാണ് നിയമപരമായി തന്നെ. അപ്പൊ തന്ത്രി ഏതെങ്കിലും അച്ചടക്ക ലംഘനം നടത്തിയാൽ, സ്വഭാവ ലംഘനം നടത്തിയാൽ തന്ത്രിക്കെതിരെ നടപടിയെടുക്കാം. അത്തരം നടപടിയാണ് ഈ മോഹനർക്കെതിരെ അതുണ്ടായതും അദ്ദേഹത്തിനു പകരം അദ്ദേഹത്തിന്റെ മകനെ അവരോധിച്ചതും. യഥാർത്ഥ ഓക്കെ, സി ആർ രാധാകൃഷ്ണൻ, ഇപ്പോൾ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ജയ്ക്കിലേക്ക് പോകുന്നു. ജയ്ക്ക് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നുണ്ട്. അബിൻ പറഞ്ഞതിന്റെ മറുപടി താങ്കൾക്ക് പറയാം. അതോടൊപ്പം ഈ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: 13ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠര് രാജീവന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതെ കുറ്റകരമായ മൗനാനുവാദം നൽകിയിരിക്കുന്നു, ഗൂഢാലോചനയിൽ പങ്കാളിയായിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിനെ നമുക്കതിൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ദേവസ്വം ബോർഡിന് ഇതേ കാര്യം തന്നെയാണ് പത്മകുമാറിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. പത്മകുമാർ ഈ കൈപ്പടയിൽ അത് സ്വർണ്ണപ്പാളി എന്നുള്ളത് അല്ലെങ്കിൽ ചെമ്പുപാളി എന്നെഴുതി, പിത്തളപ്പാളി എന്നുള്ളത് മാറ്റി ചെമ്പുപാളി എന്ന് മാത്രമാക്കി, സ്വർണം പൂശിയ ചെമ്പുപാളി എന്ന് എഴുതിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള പ്രധാനപ്പെട്ട കുറ്റം. ബാക്കിയുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. EDയും ഈ കേസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അബിൻ വർക്കിക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ജയിലിൽ അഴിക്കുള്ളിലുള്ള 3 പേർ CPMകാരാണ് എന്നതുകൊണ്ട് ആ പാരടിപ്പാട്ട് മാറ്റേണ്ട സാഹചര്യമില്ല. ആത്മവിശ്വാസത്തോടുകൂടി വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പാടും വീണ്ടും അബിൻ വർക്കി. ആത്മവിശ്വാസം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് അബിൻ. അതൊക്കെ അതെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന, ഞാനിപ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റം പറയില്ല. കാരണം എന്താണ്, നമ്മുടെ നാട്ടിൽ പല ഉപമകളുണ്ടല്ലോ. ഈ മുട്ടാടുകളുടെ പിന്നാലെയാണല്ലോ സാധാരണഗതിയിൽ ഇളം പ്രായത്തിലുള്ള ആടുകൾ സഞ്ചരിക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. നമ്മുടെ നാട്ടിൽ ഗാന്ധി മുതൽ തൊഴിലുറപ്പ് വരെ നിരോധിക്കപ്പെട്ട ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ ഏറ്റവും അപകടപൂർണമായ ഘട്ടത്തിൽ ഗാന്ധി തൊഴിലുറപ്പ് ഒന്നും ഇവരെ ബാധിച്ചിട്ടില്ല. ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പോയ 19 പേരും ഈ പാരടിപ്പാട്ടും പാടി പാർലമെന്റിന് മുമ്പാകെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവോട് എനിക്ക് ഇക്കാര്യത്തിൽ ഒരു ആശങ്കയും ഒരു അത്ഭുതവുമില്ല. കാരണം എന്താണ്, ഇദ്ദേഹത്തെക്കാൾ വലിപ്പമേറിയ UDFന്റെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ബാക്കി കോൺഗ്രസിന്റെ 19 പാർലമെന്റ് മെമ്പർമാരും ഗാന്ധിയുടെ തലവെട്ടി മാറ്റുകയും തൊഴിലുറപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുതിർന്ന LOP ജർമ്മനിയിൽ BMW പുറത്തായിരുന്നു. കേരളത്തിൽ നിന്ന് പോയ 19 പേർ ഈ സമയത്ത് പാരടിപ്പാട്ടും പാട്ടി പാർലമെന്റിന് പുറകിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പിന്നെ എന്ത് അനുഭവമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന അവരുടെ ഇളം തലമുറക്കാരനായിട്ടുള്ള നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിൽ ഞാൻ പ്രതീക്ഷിക്കുക? എനിക്ക് അക്കാര്യത്തിൽ അതിര് കടന്ന ഒരു പ്രതീക്ഷയും ബഹുമാനിയായ കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ചില്ല. പിന്നെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം വളരെ പ്രസക്തമാണ്. അതായത് രാജീവിന് കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ആചാരലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് 1ാം പ്രതിക്ക് ഒത്താശ ചെയ്ത് മൗനാനുവാദം നൽകിയത് ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും തദ്വാര 1ഉം 10ഉം പ്രതികൾക്കും മറ്റും ഉണ്ടായ അന്യായ ലാഭം, ദേവസ്വം ബോർഡിനുണ്ടായ അന്യായ നഷ്ടം, ഇതൊക്കെ നമ്മുടെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, അപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ പ്രതിനിധി ലോകത്ത് എന്ത് സംഭവിച്ചാലും ഈ പാട്ട് പാടും എന്ന സമീപനമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. നല്ല കാര്യം.
പാട്ട് പാടുമ്പോൾ അല്പം വിശാലമായി തന്നെ പാട്ട് പാടണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ടെന്നേ ഉള്ളൂ. കാരണം എന്താണ്, കുപ്രസിദ്ധി ആർജിച്ച് ഈ മോഷണത്തിന് അടിത്തറയും മേൽക്കൂരയും പണിയുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാവ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും UPA-യുടെ ചെയർപേഴ്സന്റെ 10 ജൻപതിലെ അന്തപ്പരത്തിനുള്ളിൽ ആരാണ് ഈ അമ്പലക്കള്ളനെ കയറ്റിയത്? പാട്ട് പാടുമ്പോൾ അതുകൂടെ പാടണ്ടേ? 55 പോലീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണമുള്ള Z+ കാറ്റഗറി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒപ്പമുണ്ടായിരുന്ന ലീഡർ എന്ന് കോൺഗ്രസ്സുകാർ അഭിമാനത്തോടു കൂടെ വിളിക്കുന്ന K. കരുണാകരൻ ആഴ്ചകൾ പോയി കേരള ഹൗസിൽ കിടന്നുറങ്ങിയിട്ടും അനുവാദത്തിന്റെ ഒരു ലാഞ്ചന പോലും ലഭിക്കാതെ തിരികെ കേരളത്തിലേക്ക് വിമാനം പിടിച്ച് പോരേണ്ട വന്ന, കരുണാകരന് പോലും പ്രവേശനം ലഭിക്കാതിരുന്ന UPA ചെയർപേഴ്സന്റെ അന്തപ്പുരത്തിനുള്ളിൽ ഈ അമ്പലക്കള്ളനെയും അമ്പലക്കള്ളന്റെ കയ്യിൽ നിന്ന് കട്ട മുതൽ വാങ്ങിയ ഗോവർദ്ധനെയും ആരു കയറ്റി? അതിനെ സംബന്ധിച്ച് കൂടെ പാടണ്ടേ? എങ്ങനെയാണ് ഗോവർദ്ധനും പോറ്റിയും Z+ കാറ്റഗറി സുരക്ഷ എല്ലാം ഭേദിച്ച് UDF-ന്റെ കൺവീനറും പത്തനംതിട്ട MP-യും അടൂർ പ്രകാശും ബഹുമാനിയായ ആന്റണിയും അവരുടെ ഒത്താശയോടെ അവരുടെ ആശീർവാദത്തോടുകൂടെ എങ്ങനെ കരുണാകരൻ അനുമതി ലഭിക്കാത്ത കേന്ദ്രത്തിൽ അന്തപ്പുരത്തിൽ പോയി കയറിയിരുന്നു? ആരനുവാദം കൊടുത്തു? ആരു കയറ്റി? കയ്യിൽ കൊടുത്ത ഉപഹാരം എന്താണ്? അത് സ്വർണമായിരുന്നോ മറ്റെന്തെങ്കിലും ആയിരുന്നോ? UPA ചെയർപേഴ്സന്റെ വലം കയ്യിൽ കെട്ടിക്കൊടുത്തത് ചരടായിരുന്നോ അതോ സ്വർണം കലർന്ന ബ്രേസ്ലെറ്റ് ആയിരുന്നോ? ഇതുകൂടെയൊക്കെ പാടണം. അതേ എനിക്ക് അഭിപ്രായമുള്ളൂ. അതൊക്കെ നമ്മുടെ നാട് കണ്ടതാണ്. പിന്നെ പ്രതിപക്ഷത്തിന്റെ ഈ കാര്യത്തിലെ നിലപാടിനെ സംബന്ധിച്ചോ അങ്ങേക്കറിയാമല്ലോ. ഒന്ന് ശില്പിയിലേക്ക് കൂടി പോകണം, അതിനുശേഷം ഞാൻ അബിനിലേക്കും വരാം. ഞാൻ എല്ലാവർക്കും കൃത്യമായ സമയം തന്നെ നൽകുന്നുണ്ട്. ജയ്ക്ക് ഒരൊറ്റ ചോദ്യം മാത്രം. ഇതൊക്കെ ശരി, Z കാറ്റഗറി പ്രൊട്ടക്ഷനിൽ SPGക്ക് വന്നിരിക്കുന്ന പിഴവ്, അതല്ലെങ്കിൽ CRPF ഉദ്യോഗസ്ഥർക്ക് വന്നിരിക്കുന്ന പിഴവ്, അതല്ലെങ്കിൽ ഇവർ കള്ളനാണെന്ന് മനസ്സിലാക്കാൻ അടൂർ പ്രകാശിനോ ആന്റണി കഴിയാതെ പോയത് ഒരു പിഴവ്. പക്ഷേ സർക്കാരിൻ്റെ DIG സാന്നിധ്യത്തിലുള്ള ഒരു ചടങ്ങിൽ ഒരു VIP ആയി തന്നെ, അതായത് നോട്ടീസിലൊന്നും ഇല്ലെങ്കിൽ പോലും പ്രോട്ടോകോൾ ഒന്നും പാലിക്കാതെ നടന്ന ഒരു ചടങ്ങാണെങ്കിൽ പോലും ആ ചടങ്ങിൽ കീ കൈമാറുന്നത് ഈ കാട്ടുകള്ളനാണ്. നമ്മുടെ പോലീസിന് ഇന്റലിജൻസ് സംവിധാനമില്ലേ? ഇയാൾ ഇങ്ങനെയൊരു കള്ളനാണ് എന്നുള്ള വിവരം മണത്തറിയാനുള്ള ശേഷി നമ്മുടെ പോലീസ് സേനയ്ക്കില്ലേ? അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയല്ലേ? നമ്മൾ SPGയുടെ വീഴ്ചയെ കുറിച്ച് സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇവിടെ താക്കോല് കൈമാറുകയാണ്. യുക്തിസഹമായി കാര്യങ്ങളെ ചിന്തിക്കുന്ന ഒരാൾക്ക് സമീകരിക്കാൻ പറ്റുന്ന ഒരു കേസാണോ അങ്ങ് സൂചിപ്പിച്ചത്? UPA ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൽ പ്രധാനമന്ത്രിയേക്കാൾ പദവിയുണ്ട് എന്ന് പല മാധ്യമ പ്രവർത്തകരും ആരോപിക്കപ്പെട്ട കാലമാണ്. അവിടെ പ്രധാനമന്ത്രിയോടൊപ്പം അവരെക്കാൾ വലിപ്പത്തിലുള്ള ഇരിക്കുന്ന ആളുടെ അന്തപ്പുരത്തിനകത്തേക്കാണ് ഗിഫ്റ്റും ബ്രേസ്ലെറ്റുമായി കടന്നു കയറിയത്. അവിടെ പേരിന് പറയാം UPA ചെയർപേഴ്സൺ ഉണ്ട്, പക്ഷേ ഇവിടെ നോക്കൂ, പോലീസിലെ മുഴുവൻ മേലധികാരികളുമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ ഒരു പൊതുചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയല്ല, ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ആ ഗൂർഖ ജീപ്പിന്റെ കീ കൊടുക്കുമ്പോൾ അവിടെ വരുന്ന പങ്കെടുക്കുന്ന ആളെ കുറിച്ചൊരു മിനിമം ധാരണ വേണ്ടേ? ഇന്റലിജൻസ് പോലീസിന് കൊടുക്കുകയല്ലേ ആ ഗൂർഖ ജീപ്പ്? പോലീസിന് ജീപ്പ് കൊടുത്തതാരാ? ഒരു കള്ളൻ എന്ന മട്ടിലായില്ലേ കാര്യങ്ങൾ? ഞാൻ ആവർത്തിക്കുന്നു, പോലീസിന് ഗൂർഖ ജീപ്പ് കൈമാറിയത് കള്ളനാണെന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിലും ഇരിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു ഭീമാകാരമായ മറ്റു പല പശ്ചാത്തലവുമുള്ള കേരളത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ ജുവലറി ഗ്രൂപ്പിന്റെ ചടങ്ങിലാണ് അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രി താക്കോൽ ഏറ്റുവാങ്ങാൻ വന്നത്. ഒരു സ്വകാര്യ ജുവലറി ഗ്രൂപ്പ്, ഒരു മാധ്യമ സ്ഥാപനം, മറ്റ് ബിസിനസ് ഫേമുകൾ ആരുമാവട്ടെ, അവർ സംഘടിപ്പിക്കുന്ന ഒരു താക്കോൽദാന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി വരുമ്പോൾ ആ സ്വകാര്യ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നവന്മാർ കോട്ടിട്ടവരും കോട്ടിടാത്തവരും ഇൻഷർട്ട് ചെയ്തവരും മുണ്ടുടുത്തവരും ഒക്കെ ഉണ്ടാകും. ആരാണ് അമ്പലം വിഴുങ്ങി? ഇതേ കാര്യം തന്നെയല്ലേ സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ? അതെങ്ങനെ അങ്ങനെയാണോ? അതായത് ഒരു സ്വകാര്യ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ചടങ്ങാണോ സോണിയാഗാന്ധിയുടെ അന്തപ്പുരത്തിനുള്ളിൽ നടന്നത്? 10 ജൻപതിനുള്ളിൽ സ്വകാര്യ ചടങ്ങിന്റെ വേദിയായിരുന്നോ? അങ്ങനെയാണോ അങ്ങിതിനെ സമീകരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിക്കുന്നത്, യുക്തിവിസകമായി ചിന്തിക്കുന്ന ആളുകൾക്ക് സമീകരിക്കാൻ പറ്റുന്നതാണോ? Z+ കാറ്റഗറി സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് UPA ചെയർപേഴ്സന്റെ അന്തപ്പുരത്തിനുള്ളിലേക്ക് കയറുമ്പോൾ എത്ര പേരുടെ സുരക്ഷാ പരിശോധന വേണം? ആഗമന ഉദ്ദേശം എഴുതണം. അതും സെക്രട്ടേറിയറ്റിന് പുറത്ത് മുറ്റത്ത് ഒരു സ്വകാര്യ ജുവലറി ഗ്രൂപ്പ് സംഘടിപ്പിച്ച താക്കോൽ ദാന ചടങ്ങിൽ മുഖ്യമന്ത്രി താക്കോലേറ്റ് വാങ്ങാൻ വരുമ്പോൾ അങ്ങയുടെ അഭിപ്രായം എന്താണ്? ആ സ്വകാര്യ ഗ്രൂപ്പിന്റെ ഭാഗമായി വരുന്ന ആളുകൾക്കകത്ത്
കോട്ടിട്ടവരും മുണ്ടുടുത്തവരും പാൻറിട്ടവരും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലല്ല. അവന്റെയൊക്കെ ചരിത്രം പരിശോധിച്ചിട്ട് ജയിക്ക് മുഖ്യമന്ത്രി ഞാൻ- പോയി ജയിക്ക് നിൽക്കാൻ ഞാൻ- എനിക്ക് പാടുള്ളൂ. വിയോജിപ്പ് ഒരേ ഇതല്ലേ ഒരു ഭാഗത്തേ അങ്ങ് ഉള്ളൂ. ആരോപിക്കുന്നത്? ആ അല്ലെങ്കിൽ താക്കോൽ ഇതല്ലേ കൊടുത്തത് ആ ഭീമാകാരമായ ജുവലറി എന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന ജുവലറി ഉടമയല്ല, ഇയാളാണ് കൊടുക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആരുടെ കയ്യിൽ നിന്നാണ് പോലീസിന് വേണ്ടിയിട്ട് ആ താക്കോൽ ഏറ്റുവാങ്ങുന്നത്? ആ വ്യക്തിയെക്കുറിച്ച് പോലീസ് ഒന്ന് അന്വേഷിക്കണ്ടേ? ചുരുങ്ങിയ പക്ഷം ഇയാളാണോ കൊടുക്കുന്നത്, ഇയാൾ ആരാണ് എന്ന് അന്വേഷിക്കാനുള്ള ഇന്റലിജൻസ് സംവിധാനമല്ലേ, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? അതിൽ ഒരു പാളിച്ച പറ്റിയില്ലേ? അതാണ് എൻ്റെ ചോദ്യം. അത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്ക് സ്വകാര്യമായിട്ട് ചരടി കിട്ടി കൊടുത്തതല്ല. അത് സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. കോൺഗ്രസിന്റെ തന്നെ പ്രതിനിധി പറഞ്ഞത് രോഗശൈലിയിലായിരുന്ന ഘട്ടത്തിൽ പ്രസാദം കൊടുക്കാൻ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജയിക്ക് ഒരു സെക്കൻഡ് ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. എനിക്ക് ഒന്ന് മഹേഷ് പണിക്കറിലേക്ക് കൂടി പോകണം, അതിനുശേഷം അബിനിലേക്ക് വരാം. കാരണം മഹേഷ് പണിക്കർ അല്പസമയം കൂടി നമ്മൾ ഒപ്പമുള്ളൂ, ഒരു 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. 2 മിനിറ്റ് കൂടി സമയമേ നമ്മൾക്കൊപ്പം ഉണ്ടാവുള്ളൂ. ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. തന്ത്രി ഇതാ ഇപ്പോൾ വിജിലൻസ് കോടതിയിലാണ്. ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും രാജീവ് ഖണ്ഡ്രെ ഇങ്ങനെ ഈ നിലയിൽ കാണുമെന്ന് കരുതിയിരുന്നതല്ല. പക്ഷേ അങ്ങ് ചില സൂചനകളൊക്കെ നൽകിയിരുന്നു. വാജിവാഹനം, കൊടിമരം മുതൽ എല്ലാ സൂചനകളും അങ്ങ് നൽകിയിരുന്നു. അത് ഏറെക്കുറെ ശരിയായി വരുന്നതാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത്? തീർച്ചയായിട്ടും. കാര്യം അദ്ദേഹത്തിന്റെ ഇതിനകത്തൊരു സാന്നിധ്യം ഇല്ലാതെ ഈ ഒരു കൊള്ള ഒരിക്കലും നടക്കില്ല. അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. അതായത് ഈ പറഞ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ കട്ടള ഇപ്പോഴത്തെ ആ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ കഥകാണ് ഇവർ കൊണ്ടുവരുന്നത്. കഥക ഇപ്പൊ ഇവിടെ ഇളക്കിയിട്ടില്ല. കഥക ആദ്യമേ അവിടുന്ന് പണിത് മാർച്ച് 11 കൊണ്ടുവരുന്നു. കഥവ് കൊണ്ടുവന്നിട്ട് ഈ പഴയ കഥവ് കൊണ്ടുപോകാൻ, അത് മാത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക്. കാര്യം അതിനൊരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ പിന്നെ അവർക്ക് എന്താ മാർഗം? വേറെ എന്തെങ്കിലും ഒരു സാധനം വേണം. അപ്പം ആ പഴയ കഥകിന്റെ കൂടെ അവർ ഈ കട്ടളയും കൂടെ ഇളക്കി മാച്ച് ചെയ്ത്, അപ്പം പഴയ കഥകും ഈ കട്ടളയും ഒരുമിച്ചാണ് ഈ പറഞ്ഞ മേളത്തെ ശില്പങ്ങളും മറ്റേ നമ്മൾ ആ പ്രഭാമണ്ഡലം എന്നൊക്കെ പറയുന്നത്, അതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഈ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം ഇത് അദ്ദേഹത്തിന്റെ അറിവില്ലാണ്ട് ഇത് നടക്കത്തില്ല ഒരിക്കലും. കാര്യം അതൊരു പ്രധാന പോസ്റ്റാണ്. ധാരാവാലമകളി പിന്നെയാണ് മാർച്ച് നമ്മൾ ജൂലൈ 19-20 അത് വരുന്നത്. പക്ഷെ ഈ ഒരു സാധനം അതിന് മുമ്പാണ്. അപ്പം ഇതൊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ഒരു സാന്നിധ്യം ഇല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറഞ്ഞ തന്ത്രിയുടെ ഒരു ബേസ് ഇല്ലാണ്ട് ഈ പറഞ്ഞ ഒരു കൊള്ളയും 2009 ഇവർ തുടങ്ങിയിരിക്കുന്നത്. 2009 താഴെക്കുടങ്ങളുണ്ട് ഈ വിജയം മല്യയുടെ തന്നെ. അപ്പം ഈ താഴെക്കുടങ്ങൾ മുതൽ 2009 മുതൽ ഇങ്ങോട്ട് വന്നിരിക്കുന്ന സകല കൊള്ളയ്ക്കകത്തും ഈ പറഞ്ഞ ഇതുപോലത്തെ ഒരു ദൈവതുല്യൻ അല്ലെങ്കിൽ ശവന്തീനി അല്ലാത്ത ഒരാള്, വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാള്, അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഒരു സാന്നിധ്യം വളരെ വളരെ സ്പഷ്ടമാണ്. പിന്നെ ഇത്രയും നമ്മൾ മകരവിളക്കിന് ഇപ്പൊ ഏതാനും മണിക്കൂറുകളൂടെ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ ഒരു അറസ്റ്റിലോട്ട് SIT വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശക്തമായ തെളിവ് എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അങ്ങനെ ലാഭം ഉണ്ടാക്കിയെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ശക്തമായ തെളിവ് ഉണ്ടായിട്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. അപ്പം അത് നമ്മൾ അവരെ ഇത് ചെയ്തേ പറ്റൂ. ഉറപ്പായിട്ടും ഇതൊരു യഥാർത്ഥ പാളി തിരിച്ചു കിട്ടത്തക്ക രീതിയിൽ. കാര്യം ഈ പൂജയെ സംബന്ധിച്ച് അന്വേഷിച്ച് പുറകെ പോയാൽ മാത്രമേ ഇതിന്റെ ഈ പാളികൾ കിട്ടൂ. കാര്യം അതിലല്ല ഒരിക്കലും ഈ സ്വർണം മാത്രം, ഇക്വലന്റ് സ്വർണം, ഇവരെല്ലാം പണം ഒരുപാടുള്ളവരാണ്. എത്ര വലിയ സുപ്രീം കോടതി പോകാനും എത്ര ഇത് ചെയ്യാനുള്ളൂ. അപ്പം 1-2 കിലോ സ്വർണം കൊടുക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ളവരാണ്. ഇപ്പൊ ഗോവർദ്ധൻ കൊടുത്ത പോലെയോ അല്ലെങ്കിൽ ഭണ്ഡാരിയുടെ അവിടുന്ന് പിടിച്ചെടുത്ത പോലെയോ 100 ഗ്രാമോ 400 ഗ്രാമോ 500 ഗ്രാമോ ഇനി 1-2 കിലോ ആണെങ്കിലും അവർ കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥ പാളി തിരിച്ചു വരണമെങ്കിൽ ഈ പൂജകൾ എവിടെയൊക്കെയാണ് നടന്നത്? ഈ പറഞ്ഞ തന്ത്രിയുടെ നേതൃത്വത്തിലോ അല്ലെ ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലോ കാലാകാലങ്ങളിൽ, പിന്നെ ഈ ജയറാമിന്റെ ബേസിസിലുള്ള കാര്യം അങ്ങനെയുള്ള ആൾക്കാർ ഈ സിനിമാക്കാർ ആരൊക്കെ പോയിരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ പൂജ നടന്ന സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഇദ്ദേഹത്താണ് കസ്റ്റഡിയിൽ കിട്ടും. അപ്പം അതിന്റെ ഉള്ള വെളിച്ചം കിട്ടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാര്യം ഉറപ്പായിട്ടും ആ പാളികൾ തിരിച്ചു വരും. കാര്യം അത് അത്രയ്ക്കുള്ള രീതിയിൽ അയ്യപ്പനകത്ത് ധർമ്മശാസ്ത്രമാണ് അയ്യപ്പൻ. അപ്പൊ അയ്യപ്പന്റെ ശാസനം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും നമുക്ക് ഈ കേസിന്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ അറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയൊക്കെ കോൺഫിഡൻസ് എന്തായിരുന്നു, എന്തുമാത്രം ഇതായിട്ടായാലും മാധ്യമങ്ങളെയൊക്കെ തെറി വിളിച്ച് ഓടിച്ചത്. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു സ്ഥിതി അയാളകത്തായി കുറെ നാളായി. അപ്പം ആദ്യം മറ്റേ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ്, അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അകത്തകത്തകത്ത് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉദ്യോഗസ്ഥർ വരുന്നു. ഒരേ ഒരു കാര്യം കൂടി ചോദിച്ചൂടെ? വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദേവന്റെ പിതാവ് തന്നെ ദേവന്റെ കട്ടളപ്പാളി അടിച്ചുകൊണ്ട് പോയി എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ശരിക്ക് വേദനയുണ്ട്, ശരിക്ക് വിഷമമുണ്ട്. ആ സ്ഥാനം അത്രമാത്രം പവിത്രമാണ്. ഇവർക്കറിയില്ലെന്ന്. ഇവര് ചുമ്മാ ഒരു പിള്ളേരുകളി പോലെ ഈ കാര്യങ്ങളെ മൊത്തം കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ കേസ് അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു വിശദമായ ഒരു പത്രക്കാരെ എല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെയൊക്കെ സംഭവം സംഭവിച്ചിട്ടുണ്ട്, എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ സംശയം, അവനെ സംശയമുണ്ട്, പോയി ചോദിക്കാനോട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എടുക്കണ്ടേ. ഇയാൾ ആരകുഴമ്പൻ രീതിയിൽ ഇതിലെങ്ങും പെടാതെ അങ്ങും പെടാതെ ഇഞ്ഞും പെടാതെ പിന്നെ വാജിവാഹൻ എന്റെ വീട്ടിൽ അടുക്കള ഇരിപ്പുണ്ടായിരുന്നു, ഇത് കൊണ്ടുപോകും, ഇതിനെ കൊണ്ട് ഇവിടെ കെട്ടിയാൽ മതി, ഇനിയും ഇതിനെ കൊണ്ട് ഇതിന്റെ ലായം അവിടെ കൊണ്ട് കെട്ടണം പറഞ്ഞ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്ന
കൊടുക്കുന്ന രീതിയിൽ വളരെ സംശയകരമായിട്ട്. കാര്യം 2012 ഈ പറഞ്ഞ വ്യക്തമായ തീരുമാനം ഉണ്ടായിട്ട് പോലും ഈ സാധനം അദ്ദേഹം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അറിയാം ഇത് നമ്മുടെ അവകാശമല്ല, നമുക്ക് 1500 രൂപ ശമ്പളം മേടിക്കുന്ന ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഇതേ ഉള്ളൂ എനിക്ക്. അപ്പം അത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ, 1500 രൂപ ശമ്പളമാണ് പുള്ളിക്ക് ഒരു ദിവസത്തെ ശമ്പളം ദേവസ്വം ബോർഡ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ 500 കോടിയൊക്കെ രമേശ് ചെന്നിത്തല അതിന്റെ അദ്ദേഹം വില പറയുന്നത്. അപ്പൊ അത്രമാത്രം വിലയൊക്കെ ഉള്ള കാര്യങ്ങളിലുള്ള കച്ചവടമൊക്കെ ഇവർ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിലെടുത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ സാധനങ്ങൾ ഉറപ്പായിട്ടും പുള്ളി ബോധ്യപ്പെടണം. പുള്ളിയുടെ ഉത്തരവാദിത്തം ഇല്ലാതെ ഈ സംഭവം നടക്കില്ല. എന്തായാലും ഇപ്പൊ പുള്ളി അകത്ത് ഇപ്പൊ റിമാൻഡ് ഇല്ലാത്ത കിട്ടിക്കഴിഞ്ഞാൽ SITക്ക് കൃത്യമായിട്ടുള്ള വിവരം, അതായത് ഈ പാളികൾ എവിടെയാ പോയത്, അപ്പം നമ്മൾ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരും. അവിടുത്തെ കൊടിമരമുണ്ട്, വാജിവാഹനമുണ്ട്, അഷ്ടദിക്കുണ്ട്, 18-ാം പടിയുണ്ട്, യോഗദണ്ഡുണ്ട്, അങ്ങനെ പല പല കലാകാലങ്ങൾ 2007, 2008 കാലങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തിയപ്പോൾ മൂലം ഉണ്ടായിട്ടുള്ള സകല കൊള്ളയും പുറത്തു വരാനുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അറസ്റ്റാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. പോറ്റിയെ കയറ്റിയത് ഈ ദൈവതുല്യൻ കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കും എന്ന് തന്നെയല്ലേ അങ്ങ് കരുതുന്നത്? ശബരിമലയിൽ, ബാംഗ്ലൂരിൽ അടക്കം തീർച്ചയായിട്ടും അങ്ങനെ ജാലഹലി അമ്പലത്തിൽ നിന്ന് അദ്ദേഹം തന്നെ കൊണ്ടുവരുന്നത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട, കീഴ്ക്കഴകമായ ഒരാൾ 2007-2008 കാലത്തിലൊക്കെ ഇദ്ദേഹത്തിന്റെ പരികർമ്മിയായിട്ടാണ് പല പൂജകളിലും നിന്നിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആ കീഴ്ക്കഴകത്തിലുള്ള ഒരാൾക്ക് ഇദ്ദേഹത്തിന്റെ മെയിൻ പരികർമ്മിയായിട്ട് വരത്തില്ല. ഇദ്ദേഹത്തിന്റെ ഒരു ബിനാമി അല്ലെ ഇദ്ദേഹത്തിന്റെ ഒരു ആളെന്നുള്ള രീതിയിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ ഈ പറഞ്ഞ 10 ജൻപതിലോ അല്ലെ മറ്റേതെങ്കിലും വലിയ സ്ഥലങ്ങളിലോ അല്ലെ വലിയ സിനിമാക്കാരുടെ വീട്ടിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ബേസിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു ബേസ് ഉണ്ടെന്നുള്ള രീതി മാത്രമാണ് അദ്ദേഹത്തിന് ആ വില വന്നിട്ടുള്ളത്. അപ്പൊ ആ വില കൊടുക്കപ്പെട്ടതിനകത്ത് ഇദ്ദേഹത്തിന്റെ ഇതുകൊണ്ട് കാര്യം. അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആദ്യമേ സൂചനകൾ ലഭിക്കുമല്ലോ, നമ്മളെ ഇരിക്കുവാണല്ലോ ഇവൻ എന്ന് തോന്നുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും പറയാമല്ലോ, ഇറക്കാന്ന് പറഞ്ഞ് ചെവിക്ക് പിടിക്കാമല്ലോ. അദ്ദേഹം ചെവിക്ക് പിടിച്ചിട്ടില്ല. പോകേണ്ട സമയമായതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ഇതിന് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാനൊന്ന് അബിനിലേക്ക് പോയി വരാം. ജയിക്ക് ഞാൻ അങ്ങേക്ക് കൂടി സമയം തരാം. നമ്മളൊരു 5 മിനിറ്റ് കൂടി ചർച്ച നീട്ടുന്നു. ദേവി ഇരുവരും ക്ഷമിക്കണം. അബിൻ, മറുപടി പറയാം അങ്ങേക്ക്. സോണിയാഗാന്ധിയുടെ കയ്യിൽ കിട്ടിയ ചരട് അത് ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അതെന്താണ് എന്നത് അറിയണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേവലം ഒരു സുരക്ഷാ വീഴ്ച മാത്രമായിട്ട് കണക്കാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം പാട്ടുപാടുമ്പോൾ അതും കൂടി ഓർമ്മിക്കണ്ടേ എന്നാണ് ജയിക്ക് ചോദിച്ചത്. അബിൻ, 2 കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് പോകേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങൾ വായിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനകത്ത് കണ്ഠര് രാജീവര്, അതായത് ഒരു വാക്യം ഏതാണ്, ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രിസ്ഥാനം വഹിക്കുന്ന 13-ാം പ്രതി രാജീവ് കണ്ഠര് ദേവസ്വം ബോർഡ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് 1-ാം പ്രതി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഇത് കൊടുക്കാനുള്ള ആദ്യത്തെ ഗൂഢാലോചന നടത്തുന്നത് ദേവസ്വം ബോർഡാണ് എന്നുള്ള കാര്യത്തിൽ ഇല്ലെങ്കിൽ ഈ റിമാൻഡ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഉള്ളിൽ കിടക്കുന്ന സഖാക്കന്മാരൊക്കെ കുറ്റക്കാരാണ് എന്നുള്ളത് വീണ്ടും റിമാൻഡ് റിപ്പോർട്ട് പറയുകയാണെന്ന് ഞാനിന്ന് സാന്ദർഭികവശാൽ ഇവിടെ സൂചിപ്പിക്കുകയാണ്. 2, രാജീവ് കണ്ഠരെ കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് ആ കാര്യത്തിൽ വ്യക്തമാണ്. തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. അത് ആചാര ലംഘനത്തിന് ശിക്ഷിക്കപ്പെടണോ മറ്റെന്തെങ്കിലും കാര്യമാണോ എന്നുള്ളത് SIT അന്വേഷിച്ച് തീരുമാനിക്കട്ടെ. അതാണ് ആ വിഷയത്തിൻ്റെ നിലപാട്. 2-ാമത്തെ കാര്യം സോണിയാഗാന്ധിയുടെ വീട്ടിലത്തെ കാര്യം. ഞാനിവിടെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു, ഞങ്ങൾ പിണറായി വിജയന് ഈ പറയുന്ന ഈ ക്ഷേത്രക്കൊള്ളയിൽ അല്ല അമ്പലക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് ഇതേവരെ ആരോപിച്ചിട്ടുണ്ടോ അരുണേ? ഞങ്ങൾ ആരോപിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മൾ വസ്തുതയില്ലാത്ത കാര്യത്തെപ്പറ്റി ആരോപിച്ചിട്ട് കാര്യമില്ലല്ലോ. മറ്റു പല ആളുകൾക്കും ഈ ഗൂഢാലോചനയിലും ഈ സ്വർണ്ണക്കൊള്ളയിലും പങ്കുണ്ടെന്നും അവരെ സംരക്ഷിക്കുകയാണ് എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇനിയിപ്പോൾ താങ്കൾ സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞു. ഞാൻ ശ്രീ അരുണോട് ഒരു കാര്യം പറയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2014 ശേഷമാണ് സോണിയാഗാന്ധിയുടെ അടുക്കൽ ഈ ഉണ്ണികൃഷ്ണ പോറ്റി പോയിട്ടുള്ളത്. ശബരിമലയിലെ കീഴ്ശാന്തി എന്ന ലേബലിൽ അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു പ്രധാനി എന്ന ലേബലിലാണ് സോണിയാഗാന്ധിയുടെ അടുക്കൽ ചെല്ലുന്നത്. സോണിയാഗാന്ധിയുടെ അടുക്കൽ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയും കുടുംബാംഗങ്ങളും ചെല്ലുന്നു, അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു പ്രധാനിയായ കീഴ്ശാന്തിയും കുടുംബാംഗങ്ങളും ചെല്ലുന്നു എന്നുള്ള തരത്തിലാണ് അവിടെ ചെന്നതും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2019 ഈ കേസ് വരുന്നത് വരെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ണികൃഷ്ണ പോറ്റിയെക്കുറിച്ച് ഡ്യൂബിയസ് ആയിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ? അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്പോർട്ടുള്ളതായി ശ്രീ അരുൺ അറിയാമോ? 2019 മാത്രമല്ല അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇനി സോണിയാഗാന്ധി ഒന്നും വേണ്ട, നാളെ റിപ്പോർട്ടർ TVയുടെ ആസ്ഥാനത്തിലിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റി എന്ന് പറയുന്ന ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കീഴ്ശാന്തി എന്ന ലേബലിൽ അല്ലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കുടുംബാംഗങ്ങളുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുമതി കൊടുക്കുമോ നിഷേധിക്കുമോ? ഒരു ഡ്യൂബിയസ് റെക്കോർഡും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ നിങ്ങൾ കൊടുക്കും, ആരാണെങ്കിലും കൊടുക്കും, കൊടുക്കും. കാര്യം എന്താ അറിയോ, എനിക്കൊന്ന് അതിനെക്കുറിച്ച് വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് അടുത്ത് പരിചയമില്ലാത്തതുകൊണ്ടാണ്. കീഴ്ശാന്തിക്കാരെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ശബരിമലയിൽ വലിയ ആ രീതിയിലുള്ള താന്ത്രികപരമായിട്ടുള്ള മൂല്യം ആ അർത്ഥത്തിലില്ലാത്ത ഒരാളാണ്. മേൽശാന്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. കീഴ്ശാന്തി എന്ന് പറയുന്നത് മേൽശാന്തിയുടെ പരികർമ്മി മാത്രമാണ്.
അല്ല, ആയിക്കോട്ടെ. അതായത് ഇത്തരം ആയിക്കോട്ടെ. വിദ്യകളോ ഇത്തരം കാര്യങ്ങളോ ഒന്നും ഈ കീഴ്ശാന്തിക്കാരൻ പഠിക്കണമെന്നില്ല. പഠിച്ചിട്ടുണ്ടാവില്ല. മേൽശാന്തിക്കാരനാണ്. അപ്പോ അതായത് കാണാൻ വേണ്ടിയിട്ട് ഒരു കഴകക്കാരൻ എത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരെ ജോലി കുറച്ച് കാണുകയല്ല. മേൽശാന്തി എത്തുന്നത് പോലെ വിശ്വാസപരമായ ഒരു മൂല്യം അതിലില്ല. അത് എന്തുകൊണ്ടാണ്? അതുപോലും മനസ്സിലാക്കാതെ പോയത് എന്തുകൊണ്ടാണ്? മേൽശാന്തി എത്തിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കും. ശരി, രാജീവ് ഖണ്ഡറാണ് എത്തിയിരുന്നെങ്കിൽ നമുക്ക് തർക്കമില്ല, ഒരു വിഷയമേ ഇല്ല. പക്ഷേ എത്തിയതാരാ? രാജീവ് ഖണ്ഡറയുടെ ഡ്യൂപ്പ് എന്ന് പറയാവുന്ന, ഡ്യൂപ്പ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല, കീഴ്ശാന്തിക്കാരനാണ് എത്തിയത്. ആ കീഴ്ശാന്തിക്കാരന് കുടുംബസമേതം മിസൈൽ പ്രൊട്ടക്ഷൻ ഉള്ള സോണിയാഗാന്ധിയുടെ ജന്മത്തിൽ എങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടി? അല്ല, ഞാൻ അരുണെ ഒരു കീഴ്ശാന്തി വളരെ താഴ്ന്ന ആളാണ് എന്നുള്ള ഒരു നിലപാട് എനിക്കില്ല. ശബരിമലയിൽ എനിക്കോ നിങ്ങൾക്കോ സാധാരണ ഒരു പരികർമ്മിക്കോ ഇല്ലാത്തൊരു സ്ഥാനമുള്ള അല്ല ശബരിമലയിലെ കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ അത് സാധാരണ പൊസിഷനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ആ വിശ്വാസ പ്രമാണങ്ങളുമായി ആ നിയമനം ദേവസ്വം ബോർഡ് വഴിയുള്ള നിയമനവുമല്ല. കൊണ്ടുവരുന്നത് 2007 കൊണ്ടുവരുന്നത് പോലും അയാൾക്ക് ദേവസ്വം ബന്ധവുമില്ല. ഞാൻ ശബരിമലയിലെ കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിശ്വാസപരമായി ഒരു ഇതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊരു മറ്റൊരു വിശ്വാസത്തിൽപ്പെടുന്ന ആളാണ്. ഇപ്പൊ എൻ്റെ പള്ളിയിലെ ഒരു സഹവികാരി എന്ന് പറഞ്ഞാൽ അത് മെയിൻ വികാരി അല്ല, സഹവികാരിയാണെന്ന് പറഞ്ഞ് സഹവികാരിക്ക് ഒരു പോസ്റ്റ് ഇല്ല എന്ന് കരുതുന്ന ആളല്ല ഞാൻ. അതിന്റെ ശ്രദ്ധയിലെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ആ സമയത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അന്ന് ഇയാളെ ഈ കീഴ്ശാന്തി എന്ന നിലയിലുള്ള പരികർമ്മ പരിപാലനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇയാളെ കുറിച്ച് പോലീസിന്റെ അടുത്ത് ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ടോ? ഇല്ല, പോലീസിന്റെ അടുത്തുമില്ല, ആരുടെടുത്തുമില്ല. ഇന്റലിജൻസിന്റെ കയ്യിലുണ്ടോ? ഇല്ല. ഇപ്പോൾ Z+ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സോണിയാഗാന്ധി അല്ലെങ്കിൽ UPA ചെയർപേഴ്സൺ ഒന്നും അല്ല എന്ന് 2014 ശേഷമാണ്. ആരുടെ അടുത്താണ് അന്വേഷിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇന്റലിജൻസിന്റെ അടുത്താണ്, ഇല്ലെങ്കിൽ പോലീസിന്റെ അടുത്താണ്. തന്ത്രിയാണെന്ന് പറഞ്ഞൊന്നും അല്ലല്ലോ. ഞാൻ പറയട്ടെ ശ്രീ അരുൺ, അങ്ങനെ സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ തീരെ ആക്സസ് ഇല്ലാത്ത വ്യക്തിയൊന്നും അല്ലല്ലോ. കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ കാണാൻ പോയിട്ടുണ്ട്, കേരളത്തിലെ ഒരുപാട് സമുദായ നേതാക്കന്മാർ കാണാൻ പോയിട്ടുണ്ട്, അവർക്കൊക്കെ അപ്പോയിന്റ്മെന്റും കൊടുത്തിട്ടുണ്ട്, പല പള്ളികളിലെയും അമ്പലങ്ങളിലേക്ക് പ്രധാനപ്പെട്ട വ്യക്തികൾ കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കാം. ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഈ സർക്കാരിൻ്റെ വേണ്ട 2019 വരെ LDF സർക്കാർ ഭരിക്കുന്ന ഈ സർക്കാരിൻ്റെ കയ്യിൽ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ നിന്ന് ആ താക്കോല് മേടിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റൂ? സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ ചരട് കെട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പർശിക്കണമെങ്കിൽ പോലും അത്രയും വലിയ സുരക്ഷാ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വരണ്ടേ. പക്ഷെ അയാൾ അപ്പോഴും ഇങ്ങനെ ഒരു തട്ടിപ്പുകാരനാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. SPGയുടെ സംവിധാനത്തിൽ കഴിഞ്ഞിട്ടില്ല. ഇനി ഇയാളെ റെക്കമെൻഡ് ചെയ്ത ഒരാളുണ്ടല്ലോ, അതാരാണെന്നുള്ളതിനെ കുറിച്ചൊരു വിവരം ഇതുവരെ ശ്രീ അരുൺ, ഞാൻ ഇപ്പോഴും പറയുന്നു, അന്ന് ശബരിമല ഇപ്പൊ താങ്കൾ പറയുന്നതനുസരിച്ച് ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ശബരിമലയിലെ വിശ്വാസപരമായ പൊസിഷനെ പറ്റി ധാരണയില്ലാത്ത വ്യക്തിയാണ് ഞാൻ, അങ്ങനെ തന്നെ പറയാം. പക്ഷെ ഞാൻ കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അത് നമുക്ക് മറ്റൊരാളെക്കാളും കുറച്ചുകൂടി ഉയർന്ന വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കറിയില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ശബരിമലയിലെ കീഴ്ശാന്തിയും അവരുടെ കുടുംബാംഗങ്ങളും ഒന്ന് സോണിയാഗാന്ധിയെ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആ വരുന്നവർക്കൊരു ഒന്നും സംഭവിക്കാനില്ല. അന്ന് ആ സമയത്ത് ഇയാൾ ദേവസ്വം ബോർഡിന്റെ പേറോളിലുള്ള കീഴ്ശാന്തി അല്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് അയാളെ കുറിച്ച് ഒരു ഡ്യൂബിയസ് റെക്കോർഡ് പോലീസിന്റെ കയ്യിലോ ഇന്റലിജൻസിന്റെ കയ്യിലോ ഉണ്ടെങ്കിൽ ഞാനത് ചോദ്യമുണ്ട്. അതിൽ ജയിക്കിന് ഒരിക്കലും അതിനകത്ത് ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം സോണിയാഗാന്ധിനെ കണ്ടതിന് ശേഷമാണ് പിണറായി വിജയനെ കണ്ടത്. പിണറായി വിജയൻ ഇവരുടെ കയ്യിൽ നിന്ന് ഈ താക്കോൽ മേടിക്കുന്നത് സോണിയാഗാന്ധിയെ കണ്ടതിന് ശേഷം. അപ്പൊ അങ്ങനെ ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ DGPയുടെ സാന്നിധ്യത്തിൽ ഈ താക്കോൽ മേടിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. പൂർണ്ണമായി അതിനോട് യോജിക്കുന്നു. പക്ഷേ അത് തന്നെയാണ് ഇതിലെ പ്രശ്നം. പക്ഷേ ഇയാളെ ആര് റെക്കമെൻഡ് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. റെക്കമെൻഡേഷൻ അല്ലല്ലോ ശ്രീ അരുൺ. ഇത് ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഇല്ലാത്ത വ്യക്തി ശബരിമലയിലെ ഒരു പ്രധാനിയാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പെർമിഷൻ കൊടുത്തു, ഒന്ന് കണ്ടു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു എന്നൊന്നും വിചാരിച്ച് ഒന്നും സംഭവിക്കാനില്ല. കയ്യിൽ ചരട് കെട്ടി രണ്ടാമത് പോയി സമ്മാനം കൊടുത്തു. അപ്പോൾ ഈ ഗോവർദ്ധന്റെ സാന്നിധ്യം അവിടെയുണ്ട്.
ഈ താങ്കൾ ഈ കയ്യിൽ ചരട് കെട്ടുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാം, താങ്കൾ ഡൽഹിയിലടക്കം മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഡൽഹിയിൽ ഒരാളെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ആരും ആയിക്കൊള്ളട്ടെ, അത് CPM നേതാവായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, ഈ ചരട് കെട്ടുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ആചാരത്തിന്റെ ഭാഗം. താങ്കൾ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ താങ്കൾക്കറിയാം, ഈ ചരട് കെട്ടിയതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ എന്താണ് ബിൽ? അതെനിക്ക് തോന്നുന്നത് സോണിയ ഗാന്ധിയുടെ കയ്യിലേക്ക് ഒരാൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചരട് പറയുന്നത് എന്താ കുഴപ്പം? അല്ല, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ ആ ചരട് കെട്ടി കൊടുക്കുന്നത് ആരാണ്? ഇയാൾ തന്ത്രിയാണോ, ഇയാൾ ഒരു കൊള്ളക്കാരനാണോ എന്ന് അറിയണ്ടേ? ഞാൻ വീണ്ടും ചോദിച്ചില്ലേ ശ്രീ അരുൺ, കൊള്ളക്കാരനാണ് എന്നൊരു റിപ്പോർട്ട് സംസ്ഥാന പോലീസിന്റെ ഉണ്ടോ? അബിന്റെ ആ ചോദ്യം വളരെ വാലിഡ് ആയ ചോദ്യമാണ്. എനിക്ക് കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ അടുത്ത് പോലീസ് റിപ്പോർട്ട് ചെല്ലുള്ളൂ, ഇന്റലിജൻസ് റിപ്പോർട്ട് ചെല്ലുള്ളൂ. ആ ചോദ്യം പ്രസക്തമാണ്. ജയിക്കാതിന് മറുപടിയുണ്ടോ? എങ്ങനെ തിരിച്ചറിയണം? ഇവിടെയുള്ള ഇന്റലിജൻസ് സംവിധാനത്തോടെ പോലീസിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരാൾ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വരുന്നു, ഇയാളെ കുറിച്ച് എന്താ അറിയിപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 സോണിയാഗാന്ധിയെ കാണാൻ പോകുമ്പോൾ കേരള പോലീസ് അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം ഇന്റലിജൻസിനുണ്ടോ? ഇന്റലിജൻസിനുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രി ഇത് ഏറ്റുവാങ്ങില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ പ്രൊട്ടക്ഷൻ സംവിധാനം ഇത് തിരിച്ചറിയുന്നത് എന്നുള്ളത് വാലിഡായ ചോദ്യമാണ് ജയ്ക്ക്. അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ പേരിൽ ഈ പാട്ട് മാറ്റണമെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും എനിക്കൊരു 3 വാചകം പറഞ്ഞ് പൂർത്തീകരിക്കാൻ അങ്ങ് അവസരം നൽകിയാൽ മതി. ഇപ്പോൾ ബഹുമാനീയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് വന്നെത്തി നിൽക്കുന്ന പോയിന്റ് അതാണ്. ഡൽഹിയിൽ എത്തുമ്പോൾ നേതാക്കന്മാരെ കാണുമ്പോൾ ചരട് കെട്ടുന്നത് ഒരു ആചാരമാണ്. ആ ആചാരത്തിന്റെ ഭാഗമായിട്ട് എന്തായാലും ശബരിമല കൊള്ളയ്ക്ക് ശേഷം ഇന്നേ വരെ ഡൽഹി അഖിലേന്ത്യാ പ്രസിഡന്റ് ഡൽഹി പോയാൽ അറിയാം. ഡൽഹിയിൽ ഇങ്ങനെ മത നേതാക്കന്മാർ പോകുമ്പോൾ കയ്യിൽ ചരട് കെട്ടും. അത് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അരുൺ വേണമെങ്കിൽ ഒന്ന് പ്രതിരോധത്തിലാവില്ല. എന്തിനാ പ്രതിരോധത്തിലാവുന്നേ? ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ അവിടുത്തെ തുടരും. തീർച്ചയായിട്ടും എനിക്കൊരു 3 കാര്യങ്ങൾ പറയാൻ അവസരം നൽകിയാൽ മതി. അദ്ദേഹം ഇപ്പോൾ വന്നെത്തി നിൽക്കുന്ന പുതിയ പോയിന്റ്, ഈ കേസിന് ആസ്പദമായ സംഭവവികാസങ്ങൾ ചർച്ചകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്പോക്സ് പേഴ്സൺ ബന്ധപ്പെട്ട് പറയുന്നത് ഡൽഹിയിലെത്തുമ്പോൾ ചരട് കെട്ടുന്നത് ഒരു ഡൽഹി ആചാരമായതുകൊണ്ട് അങ്ങനെ സോണിയാഗാന്ധിയുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോയി വിത്തൗട്ട് എ മിസ്റ്റീവിയസ് ആൻഡ് ഡ്യൂബിയസ് റിപ്പോർട്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അന്നേരം തന്നെ സോണിയാഗാന്ധിക്ക് ഒരു ചരടിരിക്കട്ടെ എന്ന് പറഞ്ഞ് കയറി കെട്ടിയതാണ്. ഡ്യൂബിയസ് മിസ്റ്റീവിയസ് റിപ്പോർട്ടില്ലാത്ത ഏത് അലവലാതിക്കും കയറി ചെല്ലാൻ പറ്റുന്നതാണ് 10 ജൻപത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നത്. ഇരിക്കട്ടെ, ഞാൻ ഇതൊരു മര്യാദയാണ്. അതിലേക്ക് പോണ്ട. ജയ്ക്ക് പറഞ്ഞു തീർക്കണം. ഞാൻ അഭിനോട് സമയം അഭിനോട് നിമിഷം വഴങ്ങും. ജയ്ക്ക് പൂർത്തിയാക്കും. ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഇടപെടുന്നത്? ഒരു ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിൽ കൊണ്ട് അലമ്പാക്കുന്നത് കൊണ്ട് എന്ത് ഗുണം? അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ക്ഷമയോടെ കേട്ടിരുന്നതല്ലേ ഞാൻ. വിത്തൗട്ട് എ ഡ്യൂബിയസ് ആൻഡ് മിസ്റ്റീവിയസ് റിപ്പോർട്ട് ഏതവൻ വന്നാലും കയറി ഇരിക്കാൻ പറ്റുന്നതാണോ? കെ കരുണാകരന് കയറി ചെല്ലാൻ വിലക്കുണ്ടായിരുന്ന 10 ജൻപത്? അതാണ് എന്റെ ചോദ്യം. ഇനി കോട്ടിംഗ് മഹേഷ് പണിക്കർ, ഇദ്ദേഹം ശബരിമലയിലെ പ്രധാനിയാണോ? ആങ്കറിന്റെ ഓർമ്മയിലില്ലേ മഹേഷ് പണിക്കർ ഈ കാര്യത്തിൽ എന്നേക്കാൾ അങ്ങേക്കാൾ അവധാനതയും അറിവുള്ള ആളല്ലേ? എന്താ പറഞ്ഞത്? മേൽശാന്തിക്കാരനാണോ? അല്ല. കീഴ്ശാന്തിക്കാരനാണോ? അല്ല. കഴകംകാരനാണോ? അല്ല. ഒരു കീഴ്ക്കഴകംകാരനാണ്. നമ്മുടെ നാട്ടിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് പദവി അലങ്കരിക്കുന്ന ആൾക്കെങ്കിൽ പോലും ഇപ്പൊ ഈ പറഞ്ഞ ഡൽഹി ആചാരമല്ല, രോഗീ ലേപനം എന്നതുപോലെ മാറാരോഗത്തിന് ചികിത്സയ്ക്കായി ചരട് കെട്ടാൻ പോയതെന്നുള്ളതാണ് പല ഉത്തരവാദിത്തപ്പെട്ട മറ്റു വലിയ കോൺഗ്രസ്സുകാർ ന്യായീകരിച്ചത്. അങ്ങനെ മാറാരോഗത്തിന് ലേപനമായി ചരടുമായി പോയ ഒരു കീഴ്ക്കഴകംകാരന് കയറി ചെല്ലാൻ പറ്റുന്നതാണോ 10 ജൻപത്? എന്താ മഹേഷ് പണിക്കർ പറഞ്ഞത്? ആങ്കറിന്റെ ഓർമ്മയിലില്ലേ? അങ്ങനെയുണ്ടെങ്കിൽ മേൽശാന്തിമാർ, ആ ശബരിമലയിലെ 2 മേൽശാന്തിമാരുമില്ലെങ്കിൽ മാളികപ്പുറം മേൽശാന്തി, ഈ മേൽശാന്തിമാർ ആരുമില്ലെങ്കിൽ അവരാരുമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ ഗോവർദ്ധന്റെ ജുവലറിയിൽ പോയി ആ ഭഗവാൻ അയ്യപ്പന്റെ കരുണ അനുഗ്രഹം ഞാൻ തരാമെന്ന് പറഞ്ഞ് സമയം കണ്ടെത്തിയ ആളാണ് ഈ മേൽശാന്തി. ആ മേൽശാന്തിമാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വിളിച്ചാൽ പോകാതിരിക്കുമോ? അവിടെയാണ് പ്രശ്നം. മേൽശാന്തി പോയില്ല, ശാന്തിക്കാർ പോയില്ല, കഴകംകാർ പോയില്ല,
കീഴ്ക്കഴകത്തിൽപ്പെട്ട ഒരാൾ പോയിരിക്കുന്നു. കീഴ്ക്കഴകം ശബരിമല എന്നല്ല, ലോകത്തൊരു ക്ഷേത്രത്തിലും പ്രധാനപ്പെട്ട പദവിയല്ല. അത് പള്ളിയിലെ ഒരു സഹവികാരിയും ഒന്നുമായിട്ട് ചേർത്ത് വെക്കേണ്ടതല്ല. ഇത് ആര് പറഞ്ഞതാണ്? ഇത് ഞാൻ പറഞ്ഞതല്ല. മഹേഷ് പണിക്കർ ആങ്കർ തന്നെ നയിച്ച ചർച്ചയിൽ പറഞ്ഞതല്ലേ. എന്നിട്ടോ ആ കീഴ്ക്കഴകംകാരൻ എങ്ങനെ പ്രവേശനം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ UDF കൺവീനർ പറയുന്നത് അയാൾ വിളിച്ചിട്ടാണ് UDFന്റെ കൺവീനർ പോയത്. ആങ്കർ അത് കേട്ടില്ലേ? എന്താ ആ ചോദ്യം ഉയർന്നില്ല? അങ്ങനെ ശബരിമലയിലെ അമ്പലക്കള്ളനായ ഒരു കീഴ്ക്കഴകംകാരനും അയാളുടെ കയ്യിൽ നിന്ന് കട്ട സ്വർണം വാങ്ങിയ ബെല്ലാരിക്കാരൻ ഗോവർദ്ധനും വിളിക്കുമ്പോൾ പോകേണ്ട ആളാണോ കേരളത്തിലെ UDFന്റെ കൺവീനർ? ഇവനൊക്കെ എങ്ങനെ കയറി? DBS മിസ്റ്റീരിയസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലമില്ലാത്ത ഏതവനും കയറാൻ പറ്റുന്ന സ്ഥലമാണ് 10 ജൻപത്. അങ്ങ് ഇതിനല്ലേ മറുപടി പറയേണ്ടത്? ആ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ദേവസ്വം വിജിലൻസിനും പോലീസ് വിജിലൻസിനും ഒക്കെ എന്തായിരുന്നു പണി ജയിക്ക് ഈ സമയത്ത്? ഏത് സമയത്ത്? ഈ കൊള്ള നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിന്റെ നടയിലായിട്ട് കയറിയത്? ഈ പരമ കള്ളന്റെ കയ്യിൽ നിന്ന് താക്കോൽ മേടിക്കാൻ പാകത്തിന് ദുർബലനായിരുന്നോ മുഖ്യമന്ത്രി? അങ്ങനെ ഒരു പരമ കള്ളനാണോ കേരളത്തിന്റെ DGP? ഈ കള്ളനെ തിരിച്ചറിയാത്ത മുഖ്യമന്ത്രി DGPയും പക്ഷെ അവിടെയും അബിൻ പോയതുപോലെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ജയിക്ക്. കാര്യം ആ പ്രോഗ്രാമിന്റെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അപ്രതീക്ഷിതമായിട്ട് താക്കോൽ കൊടുക്കുക? ഈ പരമകള്ളൻ എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് എന്നത്? ഈ പരമകള്ളനോട് മുഖ്യമന്ത്രി പറഞ്ഞേ? പരിപാടികളെ സംബന്ധിച്ച് അങ്ങയുടെ അനുഭവം എന്താണ്? ഇപ്പൊ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതൊക്കെ വലിയ വീഴ്ച എന്ന രീതിയിലല്ല. സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോ ഈ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും ഒരു വീഴ്ചയുണ്ട്, അവിടെയും ഒരു വീഴ്ചയുണ്ട്, അത്രേ ഉള്ളൂ. നമുക്കതിനെ സോണിയാഗാന്ധിയെ പിടിച്ചിട്ടുണ്ട്, പിണറായി വിജയനെ പിടിച്ചിട്ടുണ്ട്. അതാണ് എന്റെ ടേക്ക് ജയിക്ക്. അല്ല സോണിയാഗാന്ധിയും അല്ല ജയിക്ക്, സോണിയാഗാന്ധിക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ളതായിട്ട് നിങ്ങൾ പറയുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുള്ളതായിട്ട് കോൺഗ്രസും പറയുന്നില്ല, അബിനും പറയുന്നില്ല. അത്രേ ഉള്ളൂ. ഒറ്റ കാര്യം, പരമകള്ളനാണെങ്കിൽ 2024 വരെ എങ്ങനെ ഈ പരമകള്ളനെ വിളിച്ചോണ്ടിരുന്നു? ഈ ദേവസ്വം മന്ത്രിയും ഈ ദേവസ്വം ബോർഡും ഈ പരമകള്ളനെ എന്തുകൊണ്ട് ശബരിമലയിൽ സ്വീകരിച്ചോ അല്ലെങ്കിൽ ക്ഷണം ആവശ്യപ്പെട്ട ഒരു സംഘം വരുന്നു, അതോടൊപ്പം നമ്മുടെ നാട്ടിലെ ഒരു സ്വകാര്യ കമ്പനി മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുന്നു. അത് രണ്ടും ഒന്നാണോ? അത് രണ്ടും രണ്ടല്ലേ? ആ സമീപനത്തിലേക്ക് ചെല്ലാൻ പറ്റില്ല. പെർമിഷൻ വേണം. വിത്ത് പെർമിഷനാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒരു സാധാരണക്കാരനും പങ്കെടുക്കാൻ പറ്റില്ല. വിത്ത് പെർമിഷനാണ്. രണ്ടിടത്തും വീഴ്ച സംഭവിച്ചു ജയിക്ക്. എനിക്കൊന്ന് നമ്മൾ അതിലേക്ക് അങ്ങനെ എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഉത്തരവാദിത്വപ്പെട്ട നേതാക്കളാണ്. ഈ വിഷയത്തെ അങ്ങനെ കണ്ടുകൂടെ നമുക്ക്? രണ്ടിടത്തും വീഴ്ച സംഭവിച്ചു എന്നതിനും അപ്പുറത്തേക്ക് ഇതിപ്പോൾ തന്ത്രിയിലേക്ക് എത്തി നിൽക്കുന്നു. ഒരു സംഘമുണ്ട്, അവർ അന്വേഷണം പുറത്തു വരട്ടെ. അങ്ങനെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിച്ചൂടെ? ഈ സോണിയിലേക്കും പിണറായിലേക്കും പോകുന്നതിന് പകരം ജയിക്ക്. ഇതിനകത്ത് കട്ടവരൊക്കെ ജയിലിനുള്ളിൽ കിടക്കാം. സമീകരണത്തോട് തീർത്താൽ തീരാത്ത വിയോജിപ്പ്. ശരി ജയിക്ക് പറഞ്ഞോളൂ. നമുക്ക് 2 മിനിറ്റിൽ സമീകരണത്തോട് തീർത്താൽ തീരാത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ SITയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞ അവസാനത്തെ ഭാഗത്തോട് എനിക്ക് യോജിപ്പാണ്. കേവലം ചില ആഴ്ചകളുടെ വ്യത്യാസത്തിനപ്പുറം ഈ അന്വേഷണം പൂർത്തീകരിക്കപ്പെടുകയും ഈ കാര്യത്തിൽ റിപ്പോർട്ട് കോടതി സമക്ഷം സമർപ്പിക്കപ്പെടുകയും ചെയ്യാൻ പോവുകയാണ്. ഉപ്പ് തിന്ന് എല്ലാവരും വെള്ളം കുടിക്കും. ഏത് പൊന്നുതമ്പുരാൻ സ്വർണം കടക്കുന്നതിന് നേതൃത്വമായാലും അവരൊക്കെ കേരളത്തിന്റെ ജയിലഴികൾക്കുള്ളിലാകും. അവർക്ക് കുമാർ ബ്രദേഴ്സിന്റെയോ അജയ് തറയിലിന്റെയോ പ്രയാർ ഗോപാലകൃഷ്ണന്റെയോ കാര്യങ്ങളിൽ ലഭിച്ച സംരക്ഷണം ഇടതുപക്ഷ ലേബലെങ്കിലും എടുത്ത് മാറ്റം ഒന്ന് പുറത്താക്കിയിട്ട് പറ. കള്ളൻ 90 ദിവസമായിട്ട് ജയിലിൽ കിടക്കുക. അവരെ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് വെച്ച് വാഴിക്കുന്ന സംരക്ഷണം അത് തന്നെയാണ് പറഞ്ഞത്. ജയിലിൽ പോലും പോകാതെ നിങ്ങൾ സംരക്ഷിച്ച കുമാർ സഹോദരന്മാരുടെയും പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അജയ് തറയിലിന്റെയും ഇപ്പോഴും പെൻഷൻ വാങ്ങാതെ ഒരു കുമാര സഹോദരൻ വീട്ടിലുണ്ടല്ലോ. ആ 50 വർഷ അനുഭവം ഇവിടെ ഉണ്ടാവില്ല. പുറത്താക്കി ജയിക്കുക, എന്നിട്ട് ഗീർവാണം അഴിക്ക്. പുറത്താക്കുക, എന്നിട്ട് ഗീർവാണം പറ. എനിക്കൊരു പ്രേക്ഷകർ അയച്ചേക്കുന്ന ഒരു ചോദ്യം കൂടി ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. അബിൻ, വിത്ത് യുവർ പെർമിഷൻ, ഒറ്റ കാര്യം കൂടി. ഈ നമ്മൾ ഇതുവരെ പറഞ്ഞത് പോറ്റി വന്നതിനെ കുറിച്ച്, ഈ ഗോവർദ്ധന്റെ സാന്നിധ്യം ജൻപതിൽ വന്നത് അതൊരു സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. ആ പ്രേക്ഷകൻ അയച്ചെന്നൊരു ചോദ്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതിന് മറുപടി അങ്ങേക്ക് പറയണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ അത് വിടാം. അല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒരാളെ അങ്ങോട്ട് കേറ്റില്ല. ഇവരെ കുറിച്ചൊന്നും ഡ്യൂബിയസ് റെക്കോർഡ് ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു ഇന്റലിജൻസ് ഡ്യൂബിയസ് റെക്കോർഡ് കൊടുക്കാത്തതുകൊണ്ടാണ്.
അതെ, ഒരു അലവലാതിയാണെങ്കിൽ 2024 വരെ എങ്ങനെയാണ് അതെ, ജയിക്ക് അതെ. ശബരിമലയിൽ വെച്ച് വാഴിച്ചത്? ആ അലവലാതി എങ്ങനെയാ പിണറായി വിജയന്റെ അടുക്കൽ പോയത്? അല്ല, അതാണ് ആ നമ്മളിപ്പോ അലവലാതി കണ്ടത്. എങ്ങനെയാ കടകംപള്ളി ശരി, ശരി. സുരേന്ദ്രനുമായി ചായ ശരി. കുടിച്ചത്? Thank ആ you. അലവലാതിയുടെ കൂടെ Okay. സ്വർണം അല്ല, ആ ചോദ്യങ്ങൾ എന്തായാലും ഉയരട്ടെ. കയറി ചെല്ലാൻ പറ്റും. ഞാൻ നിങ്ങൾ പക്ഷേ രണ്ടുപേരുടെ കേരളത്തിന് അനുവാദത്തോടു കൂടി പറ്റൂല. ചർച്ച അവസാനിപ്പിക്കട്ടെ. കേരളത്തിന് പറ്റൂല. SIT-യുടെ അന്വേഷണത്തിൽ എനിക്ക് തോന്നുന്നു പിണറായി അഭിനം വിജയന്റെ തൃപ്തികരമാണ്. അടുക്കലേക്ക് പോകാൻ ഒരു MLA-ക്ക് പോലും പറ്റിയില്ല. എന്നിട്ടാണ് okay. MLA-ക്ക് ഒരു പിണറായി വിജയന്റെ അടുക്കലേക്ക് പോകാൻ പറ്റിയില്ല. അന്നേരമാണ് ഈ അത് അലവലാതി സതീശനോട് ചോദിച്ചാൽ മതി. പിണറായി വിജയന്റെ അടുക്കലേക്ക് പോയത്. അത് ഒരു വി.ഡി. സഖാവ് സതീശനോട് ഫോട്ടോ ചോദിച്ചാൽ എടുക്കാൻ മതി. പോകാൻ ശരി, പറ്റിയില്ല. ശരി. ഫോട്ടോ ഏത് എടുക്കാൻ ഒരു സമയത്തും സഖാവിന് ഫോണിൽ പറ്റിയില്ല. ലഭ്യമാകുന്ന അപ്പോഴാണ് ഈ ഏത് കള്ളൻ പോയി സമയത്തും താക്കോൽ കൊടുത്തത്. ആക്സസിബിൾ ആയ ആളാണെന്ന് അതെ, വി.ഡി. അതെ. സതീശനാണ് പറഞ്ഞത്. ഫോട്ടോ എടുക്കാൻ പിണറായി പറ്റിയില്ല വിജയനെ കുറിച്ച്. സഖാവിന്. കേട്ടോ? ഒരു ഫോട്ടോ അത് വി.ഡി. എടുക്കാൻ പറ്റിയില്ല സതീശനോട് പിണറായി ചോദിച്ചാൽ മതി. വിജയന്റെ കൂടെ. ശരി അപ്പോഴാണ് ശരി ഈ ശരി കള്ളൻ ശരി അബിൻ പോയി താക്കോൽ നമുക്കിത് കൊടുത്തത്. ശരി അബിൻ എനിക്ക് തോന്നുന്നു SIT അന്വേഷണത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് ശേഷം പ്രതിപക്ഷവും ശരി അന്വേഷണം നേർവഴിക്ക് പോകട്ടെ, തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും കുടുങ്ങട്ടെ എന്നുള്ളത് തന്നെയാണ്. ആ നിലപാടിൽ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കട്ടെ. അബിൻ്റെ അനുവാദത്തോടു കൂടി, ജയ്ക്കിൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ ചർച്ച അവസാനിപ്പിക്കുന്നു. താങ്ക് യു ജയ്, താങ്ക് യു അബിൻ ചർച്ചയിൽ ചേർന്നതിന്. ഒപ്പം CR രാധാകൃഷ്ണൻ, മഹേഷ് പണിക്കർ, TK രാജഗോപാൽ. ഇനി പ്രേക്ഷകരെ കാണാം. മീറ്റ് ദ എഡിറ്റേഴ്സ്. Debate with Dr. Arun Kumar.